പന്തളം ഏരിയ പ്രസിഡന്റ് അല്ലമി, മറ്റ് ഡിവിഷൻ ജില്ലാ നേതാക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അടൂർ ഡിവിഷൻ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു പൊതുയോഗം, പ്രതിഷേധ പൊതുയോഗം, അതിന്റെ പ്രാധാന്യം, പ്രത്യേകിച്ച് പന്തളത്തിന്റെ മണ്ണിൽ ഈ പൊതുയോഗം നടത്തുമ്പോൾ അതിന്റെ പ്രാധാന്യം, ഇതിൽ സംസാരിക്കുന്ന വിഷയങ്ങൾ എന്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ ജനാധിപത്യ മതേതരത്വ വിശ്വാസികൾ അവസാനം വരെയും ശ്രമിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 16-ാം തീയതി യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UP പോലീസ് കേരളത്തിലെ 2 യുവാക്കളെ വ്യാജ ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്ന വാർത്ത നാം ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. കഴിഞ്ഞ 16-ാം തീയതി ആ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികളിൽ ഒരാള് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ പന്തളം സ്വദേശിയായ അൻഷാദ് ബദറുദ്ദീനാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പൊതുയോഗത്തിന്റെ ആവശ്യകതയെക്കുറിച്ച്, ഇതിൽ സംസാരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളും അവസാനം വരെയും ഈ വിഷയങ്ങൾ കേൾക്കുകയും എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുകയും ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് പറയാനുള്ളത്. അക്രമങ്ങൾക്കും വർഗീയതയ്ക്കും കലാപങ്ങൾക്കും പേര് കേട്ട ഉത്തർപ്രദേശിൽ ഉത്തർപ്രദേശിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന RSSകാരനായ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ രാജ്യത്തെ RSSന്റെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് ഓരോ കഥകൾ കെട്ടിച്ചമച്ചുകൊണ്ട് ഓരോരുത്തരെയും RSSനെ എതിർത്തുകൊണ്ടിരിക്കുന്ന, RSSനെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന, RSSനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകളെയും സംഘടനാ നേതൃത്വങ്ങളെയും സംഘടനാ പ്രവർത്തകരെയും മനുഷ്യാവകാശ പ്രവർത്തകരെയും വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചുകൊണ്ടിരിക്കുകയാണ്. RSSനെതിരെ വരുന്ന ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യാമെന്നുള്ള ധാരണയിലാണ് യോഗി ആദിത്യനാഥ് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് UPയിലെ പോലീസ് കഴിഞ്ഞ 16-ാം തീയതി 2 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. കഴിഞ്ഞ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോപ്പുലർ ഫ്രണ്ടിന്റെ സന്ദേശങ്ങൾ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി, വികസനം നടത്തുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള 2 പ്രവർത്തകരെയാണ് UP പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പല കഥകളാണ് മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. RSSന്റെ നാഗ്പൂരിൽ നിന്നും RSSന്റെ ആസ്ഥാനത്തുള്ള ആയുധങ്ങളുടെ എണ്ണം എടുത്തു നോക്കിയാൽ അത് ആ ആയുധങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് കഥകൾ ഉണ്ടാക്കുന്ന RSSനെയാണ്, യോഗിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. RSSന്റെ ആസ്ഥാനത്ത് നിന്നും എടുത്തു വെച്ചിട്ടുള്ള ആയുധങ്ങൾ വെച്ചിട്ടാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ മേൽ വ്യാജ കഥകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്, കെട്ടിച്ചമച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിന്റെ കൂടുതൽ വിഷയങ്ങള് ഇവിടെ എനിക്ക് ശേഷമുള്ള പ്രാസംഗികർ ഇത് പറയുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെ, പന്തളം സ്വദേശികളായ എന്റെ ശബ്ദം ശ്രവിക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഈ CPMന്റെ ദേശീയ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കെതിരെ ഡൽഹി കലാപ കേസിൽ കേസെടുത്തിട്ടുണ്ടെങ്കിൽ, ഡൽഹി കലാപത്തിന് ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞ് കേസെടുത്തിട്ടുണ്ട് എങ്കിൽ അതേ കേസ് അദ്ദേഹത്തിനെതിരെ എന്ത് കേസാണോ എടുത്തത് അതേ കേസ് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർക്കെതിരെ എടുത്തിട്ടുള്ളത്. വ്യാജ കുറ്റം ചുമത്തിയിട്ടാണ്. ഒരു ട്വീറ്റ് ചെയ്തതിന്റെ പേരില്, സോഷ്യൽ മീഡിയ വഴി ഒരു ട്വീറ്റ് ചെയ്തതിന്റെ പേരിൽ തിരുവനന്തപുരത്തെ MPയും കോൺഗ്രസ് നേതാവുമായ ശശി തരൂരിന്റെ പേരിൽ UP പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിൽ അതേ കേസ് തന്നെയാണ്, അതേ രീതിയിലുള്ള അട്ടിമറികളാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കെതിരെയും നേതാക്കൾക്കെതിരെയും UP പോലീസും ഡൽഹി പോലീസും ഒക്കെ ഇന്ന് കേസുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ,
എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, പക്ഷേ എത്ര പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാർക്കെതിരെ കേസെടുത്താലും, എത്ര പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്താലും, എത്ര ഓഫീസുകൾ റെയ്ഡ് ചെയ്താലും പോപ്പുലർ ഫ്രണ്ട് RSSനെതിരായ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു തരിയും പിന്മാറുകയില്ല എന്ന് ഈ അവസരത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പൊതുസമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് പോപ്പുലർ ഫ്രണ്ട്. ഈ സംഗമത്തിന്റെ വിഷയാവതരണത്തിനായി സഹോദരൻ റഫീഖ് കുഞ്ഞിക്കാനുമായി ക്ഷണിച്ചു. السلام عليكم ورحمة الله. الحمد لله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم صل على سيدنا محمد وعلى آل محمد. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത പോപ്പുലർ ഫ്രണ്ടിന്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് സജീവ്, സ്റ്റേജിലും സദസ്സിലുമുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികൾ, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പൊതുയോഗം, ഒരു പ്രതിഷേധ യോഗം പന്തളത്ത് സംഘടിപ്പിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഉദ്ഘാടനത്തിൽ സൂചിപ്പിക്കുകയില്ല. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വീണ്ടും പോപ്പുലർ ഫ്രണ്ട് കേരളത്തിലെ പത്രമാധ്യമങ്ങളിൽ സജീവമായി ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തർപ്രദേശില് ഒരു ട്രെയിൻ യാത്രക്കിടയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ 2 പ്രവർത്തകർ, അത് കോഴിക്കോട് ജില്ലയിലുള്ള ഫിറോസ് ഖാനും അതുപോലെ പത്തനംതിട്ട ജില്ലയിലുള്ള അൻഷദും അറസ്റ്റ് ചെയ്യപ്പെടുന്നതോടുകൂടിയാണ് വീണ്ടും പോപ്പുലർ ഫ്രണ്ട് ചർച്ചകളിൽ വരുന്നത്. ഉത്തർപ്രദേശിലെ വസന്ത പഞ്ചമി ആഘോഷത്തിനിടയിൽ ഹിന്ദു സമൂഹത്തിന്റെ ആഘോഷമായ വസന്ത പഞ്ചമി ആഘോഷം നടക്കുമ്പോൾ അവിടെ ബോംബ് സ്ഫോടനം നടത്തി ആളുകളെ കൊല്ലാനുള്ള പദ്ധതിയുമായി പോവുകയായിരുന്നു ഈ 2 ചെറുപ്പക്കാർ എന്നാണ് ഉത്തർപ്രദേശ് പോലീസും ഉത്തർപ്രദേശിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും അതിനെ തുടർന്ന് കേരളത്തിലെ മലയാളത്തിലെ ജന്മഭൂമി അടക്കമുള്ള പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തത്. 16 തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടി. ഡിറ്റനേറ്ററുകൾ അടക്കമുള്ള ആയുധങ്ങൾ, സ്ഫോടക വസ്തുക്കൾ, 12 റെയിൽവേ ടിക്കറ്റുകൾ, 4 ATM കാർഡുകൾ, മെട്രോ റെയിൽ ടിക്കറ്റുകൾ, പെൻഡ്രൈവ് തുടങ്ങിയ അതിഭീകരമായ ആയുധങ്ങളുമായിട്ടാണ് ഇവരിൽ പിടികൂടപ്പെട്ടിട്ടുള്ളത്. ജന്മഭൂമി ഒരു പടി കൂടെ കടന്ന് വെടിയുണ്ട അടക്കമുള്ള ആയുധ വസ്തുക്കൾ ഇവരുടെ കയ്യിൽ നിന്ന് പിസ്റ്റൾ അടക്കമുള്ള ആയുധ വസ്തുക്കളും ലഭിച്ചു.
എന്ന് ജന്മഭൂമി എഴുതുകയുണ്ടായി. പിറ്റേ ദിവസം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കഥകൾ ഉണ്ടായിട്ടുള്ളത്. നക്ഷതും ഫിറോസ് ഖാനും ഇത്ര വലിയ ഭീകരവാദികളാവാനുള്ള ഒരു കാരണം അവർ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റുകാരാണ് എന്നുള്ളതാണ് എന്ന് ജന്മഭൂമി പറയുന്നത്. അതോടൊപ്പം ഇവര് ബോംബ് നിർമ്മാണ വിദഗ്ധരാണ് എന്നാണ് മറ്റൊരു കണ്ടെത്തൽ. മനുഷ്യരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പോപ്പുലർ ഫ്രണ്ടിന്റെ ആക്രമണ വിഭാഗത്തിന്റെ ദേശീയ മേധാവിയാണ് അൻഷദ് എന്നാണ് പത്രം എഴുതുന്നത്. ഫിറോസ് NDF-ന്റെ ഡിവിഷണൽ കമാൻഡറായിരുന്നു. NDF നിരോധിച്ചപ്പോ അദ്ദേഹം STPI-യിൽ ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് ജന്മഭൂമിക്കാരൻ കണ്ടെത്തിയിട്ടുള്ളത്. ഫിറോസിന് ആഡംബര വീടുകളുണ്ട്. വമ്പിച്ച സാമ്പത്തിക വളർച്ചയാണ് കുറഞ്ഞ കാലം കൊണ്ട് ഫിറോസ് നേടിയെടുത്തിട്ടുള്ളത്. ഈ യാത്രക്കിടയിൽ അവര് ബംഗ്ലാദേശ് സന്ദർശിക്കുകയുണ്ടായി. ബംഗ്ലാദേശ് സർക്കാർ നിരോധിച്ച ജമിയത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധം സ്ഥാപിക്കുകയും അവരിൽ നിന്നാണ് ഇവർക്ക് സ്ഫോടക വസ്തുക്കൾ കിട്ടിയിട്ടുള്ളത്. ഇവരുമായി ബന്ധപ്പെട്ട 5 പേരെ കൂടി പിടികൂടാനുണ്ട് എന്ന് തുടങ്ങിയ അതിഭീകരമായ കഥയാണ് കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ നമ്മൾ വായിച്ചത്. പന്തളത്തുകാർ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരാള് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി. ഞാൻ നിങ്ങളുടെ നാട്ടുകാരനല്ല. നിങ്ങളുടെ നാട്ടിലുള്ള ഒരാൾ ബംഗ്ലാദേശിൽ പോയി അവിടെ നിരോധിച്ച സംഘടനയുമായി ബന്ധം സ്ഥാപിച്ച് അതിഭീകരമായ സ്ഫോടക വസ്തുക്കളുമായി വസന്ത പഞ്ചമി നാളില് ബോംബ് സ്ഫോടനം നടത്താനുള്ള ഗൂഢാലോചനയുമായി പോകവെ UP-യിൽ വെച്ച് പോലീസ് പിടിച്ച് ഇപ്പോ UAPA ചുമത്തപ്പെട്ട് ജയിലിൽ അടക്കപ്പെട്ടിരിക്കുകയാണ്. ഇവര് 11-ാം തീയതി ബീഹാറിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് ട്രെയിൻ കയറിയ ആളുകളാണ്. പോപ്പുലർ ഫ്രണ്ട് നിയോഗിച്ചിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ അറിവോടുകൂടി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ സന്ദേശവുമായി പ്രവർത്തിക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ചെറുപ്പക്കാരാണ് ഈ 2 പേർ. പോപ്പുലർ ഫ്രണ്ടിന് അറിയാം ഇവരെങ്ങോട്ട് പോകുന്നു, എവിടെ നിന്ന് വരുന്നു എന്ന് വളരെ കൃത്യമായി പോപ്പുലർ ഫ്രണ്ടിന് അറിയാം. പോപ്പുലർ ഫ്രണ്ട് പറയുന്നത് 11-ാം തീയതി ബീഹാറിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്കായിരുന്നു, മുംബൈയിലേക്കായിരുന്നു ഇവരുടെ യാത്രാ ലക്ഷ്യം. ഈ ട്രെയിൻ UP-യിലൂടെ കടന്നു പോകുന്ന ട്രെയിനാണ് എന്ന് മാത്രമേ ഉള്ളൂ. UP-യിലൂടെ കടന്നു പോകുന്ന വഴിയിലാണ് UP-യിലെ സ്പെഷ്യൽ ടീം ഇവരെ തട്ടിക്കൊണ്ടുപോകുന്നത്. പിന്നീട് ഇവരെ കുറിച്ച് ഒരു വിവരവും ഇല്ലാത്തതുകൊണ്ട്, ഒരു ഫോൺ വിളിയും കാണാത്തതുകൊണ്ട് ഇവരുടെ വീട്ടുകാർ, 2 വീട്ടുകാരും 16-ാം തീയതിയോടെ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി കൊടുക്കുമ്പോൾ അന്വേഷണങ്ങൾ പോകുമ്പോഴാണ് 16-ാം തീയതി രാത്രിയോടുകൂടി ഇവരെ UP പോലീസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കിക്കൊണ്ട് ഈ കഥ പറയുന്നത്. യഥാർത്ഥത്തിൽ അത്തരമൊരു പരാതി പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് പോയിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് അവിടെയാണ്. ഒരു ബോംബ് സ്ഫോടനം നടത്താൻ പോയിട്ടുള്ള ആളുകളാണ് എങ്കിൽ വൻ തീവ്രവാദ പദ്ധതിയുമായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് ആയുധങ്ങൾ ശേഖരിച്ച് ഇന്ത്യയിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ട ആളുകളായിരുന്നുവെങ്കിൽ അവരെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോപ്പുലർ ഫ്രണ്ട് ഒരിക്കലും പരാതിയുമായിട്ട് പോകില്ല. പക്ഷേ ആ പരാതിയുമായി പോയപ്പോഴാണ് ഉത്തർപ്രദേശ് പോലീസിന് ഇവരെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഹാജരാക്കേണ്ടി വന്നത്. അല്ലായിരുന്നുവെങ്കിൽ ഇവർക്ക് എന്ത് സംഭവിക്കുമെന്ന് ഉത്തർപ്രദേശിന്റെ ചരിത്രം അറിയുന്നവർക്ക് അറിയാം. ഏതെങ്കിലും ഒരു കാടിനകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൾക്കൂട്ടത്തിനകത്ത് ഒരുപക്ഷെ ഉത്തർപ്രദേശ് പോലീസ് അതിഭീകരന്മാരെ പിടികൂടി ഏറ്റുമുട്ടലിൽ വധിച്ചു എന്ന വാർത്തയായിരുന്നേക്കാം ഒരുപക്ഷെ നമ്മളെ കാത്തിരുന്നത്. കാരണം അത് ഉത്തർപ്രദേശ് പോലീസാണ്. സ്വാഭാവികമായിട്ടും
കേരളത്തിലെ പത്രക്കാരാവട്ടെ, മാധ്യമ പ്രവർത്തകരാവട്ടെ, സാധാരണക്കാരനാവട്ടെ, അവന്റെ മനസ്സിൽ വരാനിടയുള്ള ഒരു ചോദ്യം, എന്തിനാണ് നിങ്ങൾ കേരളത്തിൽ നിന്ന് ഇങ്ങനെ പോകുന്നത്? നിങ്ങളുടെ അറിവോടുകൂടിയായിട്ടാണോ ഈ പോകുന്നത്? ഇവരങ്ങനെ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനം നടത്തില്ല എന്ന് നിങ്ങൾക്ക് എന്താണ് ഉറപ്പ് എന്നൊക്കെ ഒരുപക്ഷെ ചോദിച്ചേക്കാം. പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം നൂറുകണക്കിന് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ സന്ദേശവുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ കൃത്യമായി കേരളത്തിൽ നിന്ന്, അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് സൗത്തിലെ 3 സംസ്ഥാനങ്ങളിൽ നിന്ന്, കേരളം, തമിഴ്നാട്, കർണാടക പ്രദേശങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അവിടുത്തെ സംസ്ഥാന കമ്മിറ്റികൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആളുകളെയാണ് ഈ സന്ദേശത്തിന്റെ വ്യാപനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പറഞ്ഞയച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ചോദ്യങ്ങൾ കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തിയപ്പോ പത്രക്കാർക്ക് ആശങ്ക, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പോകുന്നത് എന്നാണ്. ഇന്ത്യ നമ്മുടെ രാജ്യമാണ് എന്ന് സംശയം ഇവർക്കൊക്കെ ഇടയ്ക്കൊക്കെ തോന്നിപ്പോവുകയാണ്. എന്തിനാണ് നിങ്ങൾ ബീഹാറിലേക്ക് പോകുന്നത്? ബീഹാർ ഇന്ത്യയുടെ ഭാഗമല്ലേ? എന്തിനാണ് നിങ്ങൾ ഉത്തർപ്രദേശിലേക്ക് പോകുന്നത്? ഉത്തർപ്രദേശ് ഇന്ത്യയുടെ ഭാഗമല്ലേ? ഉത്തർപ്രദേശ് ഇന്ത്യ രാജ്യത്തിൽ എവിടെയും സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യയുടെ ഭരണഘടന അനുവദിച്ചു നൽകുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകർ അവിടെ പോയി ഈ സന്ദേശം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവിടെ ആളുകളെ ഈ സംഘടനയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംഘടന ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടൊരു സംഘടനയല്ല. ജന്മഭൂമിക്കാരൻ എഴുതിയതുപോലെ വടകരയിലെ കോഴിക്കോട് ജില്ലയിലെ ഫിറോസ് NDF നിരോധിച്ചതുകൊണ്ട് STPI ചേർന്നതല്ല. NDF ഇന്ത്യ രാജ്യത്ത് നിരോധിക്കപ്പെട്ടൊരു സംഘടനയല്ല. NDF കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സംഘടനയാണ്. ഈ പ്രവർത്തനം ദേശീയ തലത്തിലേക്ക് മാറ്റുമ്പോൾ NDF-നെ പോലെ സമാനമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. അതാണ് പോപ്പുലർ ഫ്രണ്ട്. അതോടുകൂടി NDF ഇല്ലാതെയാവുന്നു. അതാണ് അതിന്റെ സംഗതി. NDF ഇന്ത്യയിൽ എവിടെയും നിരോധിച്ചിട്ടില്ല, കേരളത്തിൽ നിരോധിച്ചിട്ടില്ല. പിന്നെ ഇതിന്റെ പിന്നാലേക്ക് STPI കൂടെ കൂട്ടിക്കെട്ടുകയാണ്. STPI എന്ന് പറയുന്നത് കോൺഗ്രസ് പോലെ CPM പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അത് വേറൊരു സാധനമാണ്. STPI എന്ന് പറയുന്നത് അത് പോപ്പുലർ ഫ്രണ്ട് അല്ല. പോപ്പുലർ ഫ്രണ്ട് മറ്റൊരു പ്രസ്ഥാനമാണ്, വേറൊരു പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട്. പക്ഷേ ഒരു പ്രശ്നം വരുമ്പോ, ഒരു വിഷയം വരുമ്പോ ഇതൊക്കെ ഒന്നാണ് എന്ന് പറയാൻ മാധ്യമങ്ങള് വളരെ മിടുക്ക് കാണിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ആലോചിക്കേണ്ടത് UP-യിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. എന്താണ് UP സംസ്ഥാനത്തെ കുറിച്ച് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. UP-യിൽ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന 35 MLA-മാർ, കഴിഞ്ഞ ഭരണകൂടത്തിലുണ്ടായിരുന്ന 81 MLA-മാർ, ഈ പറയുന്ന ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന 35 MLA-മാരും ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടാവുന്ന ക്രിമിനൽ കുറ്റം ചെയ്ത ആളുകളാണ് UP ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ നേതാവാണ് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി. അദ്ദേഹം അടക്കമുള്ള ആളുകളാണ് ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റം ചെയ്ത് അവരുടെ പേരിലൊക്കെ FIR ഉള്ള ആളുകളാണ് മുഖ്യമന്ത്രി അടക്കമുള്ള 35 MLA-മാർ UP-യിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. യോഗി ആദിത്യനാഥ് അധികാരം ഏറ്റെടുത്തപ്പോൾ ആദ്യം ചെയ്ത പണി അദ്ദേഹത്തിന്റെ പേരിലുള്ള കേസുകളൊക്കെ പിൻവലിക്കുകയാണ് ആദ്യം ചെയ്തത്. അപ്പൊ ഒരു ഭരണകൂടത്തിലെ MLA-മാരിലെ ഭൂരിപക്ഷം ആളുകളും ക്രിമിനൽ പശ്ചാത്തലമുള്ള, ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് നമ്മൾ എന്ത് പേരിട്ടിട്ടാണ് അവിടുത്തെ ഭരണകൂടത്തെ വിളിക്കുക? ഓരോ 90 മിനിറ്റിലും എന്ന് പറഞ്ഞ ഓരോ 1.5 മണിക്കൂറിലും ഒരു കുട്ടിക്കെതിരെ ക്രിമിനൽ കുറ്റം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് UP. ഓരോ 90 മിനിറ്റിലും, ഓരോ 2 മണിക്കൂറിലും ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അവിടെയുള്ള അക്രമങ്ങളുടെ കഥ നമുക്കറിയാം. ഓരോ 2 മണിക്കൂറിലും പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ ആർഷഭാരത സംസ്കാരമാണ് UP-യിൽ യോഗി ആദിത്യനാഥൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് നിയന്ത്രിക്കാൻ അദ്ദേഹം ഭരണം ഏറ്റെടുത്തിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല.
അദ്ദേഹത്തിന്റെ പോലെ ആർഷ ഭാരത സംസ്കാരം നടപ്പിലാക്കാൻ വേണ്ടി ഭരിച്ചവരായിരുന്നു നമ്മുടെ മുമ്പുണ്ടായിരുന്നത്. അവർക്കും ഇല്ലാതെയാക്കാൻ സാധിച്ചിട്ടില്ല യു പിയിലെ ഈ ക്രിമിനൽ പശ്ചാത്തലം. CAA-ക്കും NRC-ക്കുമെതിരെ ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും സമരം നടന്നിട്ടുണ്ട്. മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ല സമരത്തിന് മുന്നിൽ. CAA-യും NRC-യും നിയമവിരുദ്ധമാണ് എന്നറിയാവുന്ന മുഴുവൻ ആളുകളും ആ സമരത്തിനുണ്ടായിരുന്നു. പക്ഷെ UP അതിനെ നേരിട്ടത് എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ മറന്നുപോകരുത്. UP പോലീസ് CAA NRC സമരത്തിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ വെടിവെച്ച് 8 വയസ്സുള്ള കുട്ടിയടക്കം 23 പേരെ വെടിവെച്ചു വന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. മറന്നുപോകരുത്. 23 പേരെ വെടിവെച്ചു വന്നത് മാത്രമല്ല, അവരുടെ മയ്യത്തൊന്നും അവരുടെ നാട്ടിലേക്ക് കൊടുത്തയക്കാതെ അവിടെ തന്നെ സംസ്കരിക്കുന്ന ഖബറടക്കുന്ന അവസ്ഥ. നാട്ടിൽ കൊണ്ടുപോയാൽ അതിന്റെ പേരിൽ കലാപമുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് സ്വന്തം നാട്ടിലേക്ക്, മഹലിലേക്ക്, സ്വന്തം പള്ളിയിലേക്ക് അവരുടെ മയ്യത്ത് കൊടുത്തയക്കാതെ ഖബറടക്കിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ആ CAA NRC സമരം നടന്ന ഒരാഴ്ചയില് ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത FIR-കളുടെ എണ്ണം 1,00,000 FIR ആണ് ഉത്തർപ്രദേശിൽ രജിസ്റ്റർ ചെയ്തത്. 1,00,000 FIR എന്ന് പറഞ്ഞാൽ അതിൽ പെടാത്ത ആളുകൾ ഇനി ഉണ്ടാവൂല ഉത്തർപ്രദേശിൽ. ആരെ വേണമെങ്കിലും പെടുത്താവുന്ന തരത്തിൽ, സർക്കാരിനെതിരായി സംസാരിക്കുന്ന ആരെയും ഉൾപ്പെടുത്താവുന്ന തരത്തിൽ വേണ്ടത്ര FIR-കൾ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും രജിസ്റ്റർ ചെയ്തു. ഈ സമരത്തിലും വെടിവയ്പ്പിലും മരിച്ചവർക്ക് പുറമെ പരിക്കേറ്റ ആളുകൾ, അവരെ കൊണ്ടുപോയ ഹോസ്പിറ്റലുകളിൽ പോലീസ് ആദ്യം എത്തുന്നു. ഒരാളെയും അഡ്മിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഹോസ്പിറ്റൽ അധികൃതർക്ക് പോലീസ് ഭീഷണി കൊടുക്കുന്നു. അഡ്മിറ്റ് ചെയ്യാൻ പാടില്ല. അഡ്മിറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ചികിത്സിച്ചാൽ അവരാരും തന്നെ പോലീസിനെതിരെ ഒരു മൊഴിയും കൊടുക്കാൻ പാടില്ല. ആ രീതിയിലായിരുന്നു ഉത്തർപ്രദേശ് ഗവൺമെന്റ് CAA വിരുദ്ധ സമരത്തെ നേരിട്ടത്. കഴിഞ്ഞില്ല. ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ, പോപ്പുലർ ഫ്രണ്ടിൽപ്പെട്ട ആളുകളുണ്ട്. നേതൃത്വം കൊടുത്ത ആളുകളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ഉത്തർപ്രദേശിന്റെ മുഴുവൻ തെരുവുകളിലും പിടികിട്ടാ പുള്ളികളെ പോലെ അവരെ ചിത്രം പ്രദർശിപ്പിച്ചു. ആ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ മുഴുവൻ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടികളുമായി മുന്നോട്ട് പോയി. പിന്നീട് കോടതി ഇടപെട്ടിട്ടാണ് അത് തടയുന്നത്. ആ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ സ്വത്ത് കണ്ടുകെട്ടണമെന്നാണ് ഉത്തർപ്രദേശ് ഗവൺമെന്റ് മുന്നോട്ട് വെച്ച നിലപാട്. പോലീസിന്റെ ബാരക്കില് ഏകദേശം 150 പേരെ കുത്തി നിറച്ചിട്ട് അവരെ രാത്രി ഉറങ്ങിപ്പോകുന്ന ആളുകളുടെ മുഖത്തേക്ക് വെള്ളം തളിച്ചോ തോക്കുകൊണ്ട് കുത്തിയോ അവരുറങ്ങാൻ സമ്മതിക്കാതെ ദിവസങ്ങളോളം ഉത്തർപ്രദേശ് പോലീസ് പീഡിപ്പിച്ചു. എന്തിനാണെന്നറിയണം നിങ്ങൾ? CAA-ക്കെതിരായി സമരം നടത്തിയതിന്റെ പേരിൽ 150ഓളം ആളുകളെ, അതിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, ഉറങ്ങാൻ സമ്മതിക്കാതെ ദിവസങ്ങളോളം. ഉറങ്ങി വരുമ്പോ കണ്ണ് അടഞ്ഞു പോകുമ്പോ വിളിച്ചുണർത്തിയോ തട്ടി ഉണർത്തിയോ വെള്ളം കുടഞ്ഞോ തോക്കുകൊണ്ട് കുത്തിയോ അവരെ വീണ്ടും ഉണർത്തിക്കൊണ്ടിരിക്കുന്ന പോലീസ് സംവിധാനം. അവരെ നിരവധി വീടുകൾ കൊള്ളയടിച്ചു പോലീസ് തന്നെ. കല്യാണത്തിന് വേണ്ടി സ്വരൂപിച്ചു വെച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ അടക്കം എടുത്തുകൊണ്ടുപോകുന്നത് UP-യിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. ഇവർക്കൊക്കെ അകമ്പടിയായിട്ട് RSS-ന്റെ ആളുകളും ഉണ്ടായിരുന്നു UP-യിൽ. കാരണം അവരുടെ തലതൊട്ടപ്പനായിരുന്നല്ലോ UP ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് UP സംസ്ഥാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലപ്പുറം UP-യില് വേറൊരു അവസ്ഥ ഉണ്ടാകുമെന്ന് സങ്കല്പിക്കാൻ ചരിത്രത്തിൽ അങ്ങനെ തെളിവുകളില്ല. മറന്നുപോകരുത്, UP എന്തായിരുന്നു എന്ന് നമ്മൾ മറന്നുപോകരുത്. പ്രിയപ്പെട്ടവരെ, UP-യിലാണ് ഈ യോഗി ആദിത്യനാഥ് ഗവൺമെന്റ് വന്നതിന് ശേഷം 63 പേരെ ഏറ്റുമുട്ടലിലൂടെ കൊന്നുകളഞ്ഞത്. 63 പേരെ, ആയിരക്കണക്കിന് ഏറ്റുമുട്ടലുകൾ UP-യുടെ തെരുവോരങ്ങളിൽ പോലീസ് നടത്തി. 63 പേര് UP-യിൽ കൊല്ലപ്പെട്ടു പോലീസിന്റെ ഏറ്റുമുട്ടല്. ഈ പറയുന്ന 63 കൊലപാതകങ്ങൾ നടന്നപ്പോ റിപ്പബ്ലിക് ദിനത്തില് യോഗി ആദിത്യനാഥ് പറയുന്നത്, അദ്ദേഹത്തിന്റെ കലക്ടർമാർക്ക് കൊടുക്കുന്ന നിർദ്ദേശം, ഈ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളെല്ലാം ഭരണ നേട്ടങ്ങളായിട്ട് ഈ റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രസംഗത്തിൽ പറയണമെന്നാണ്. എന്ന് പറഞ്ഞ നിരായുധരായ ആളുകളെ പോലീസ് വെടിവെച്ചു വന്നിട്ട് അതൊരു ഭരണ നേട്ടമായിട്ട് കലക്ടർമാര് പ്രസംഗത്തിൽ പറയുന്ന അവസ്ഥ UP-യിൽ ഉണ്ടാക്കിയിരിക്കുന്നു.
എല്ലാ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളിലും ഒരേ കേസായിരിക്കും. രാത്രി ചെല്ലാൻ പോകുന്നു, ടോർച്ച് വെളിച്ചത്തിൽ അവരുടെ കയ്യിൽ ആയുധം കാണുന്നു, അവര് പോലീസിനെ ആക്രമിക്കുന്നു, ഭാഗ്യവശാൽ പോലീസ് രക്ഷപ്പെടുന്നു, തിരിച്ചങ്ങോട്ട് വെടിവെക്കുന്നു, അവർ മരിക്കുന്നു. മിക്കവാറും എല്ലാ സംഭവങ്ങളിലും ഒരേ കഥ തന്നെയാണ് പോലീസ് പറയുന്നത്. ഇത്തരം 65 മരണങ്ങൾ യുപിയില് മറന്നുപോയിട്ടില്ല. നമ്മൾ മുസഫർ നഗർ എന്നുള്ള പേര്, അത് യുപിയിലായിരുന്നു. മുസഫർ നഗർ കലാപം നടന്നത്, മുസഫർ നഗർ കലാപം നടന്നിട്ട് അധികമൊന്നും ആയിട്ടില്ല. സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരക്കണക്കിന് ആളുകള്, 10,000-കണക്കിന് ആളുകൾ അഭയാർത്ഥികളാക്കപ്പെട്ട മുസഫർ നഗർ കലാപം അന്നുണ്ടായിരുന്നു. നമ്മൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കേരളത്തിൽ നിന്ന് പഴയ വസ്ത്രങ്ങൾ ശേഖരിച്ചിട്ട് നമ്മൾ മുസഫർ നഗറിലേക്ക് അയച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. 10,000-കണക്കിന് ആളുകൾ അഭയാർത്ഥികളാക്കപ്പെട്ട മുസഫർ നഗർ കലാപം സംഭവിച്ചത് യുപിയിലായിരുന്നു. ഇപ്പോഴും ഈ ഒരു സമയത്തും NRC വിരുദ്ധ സമരം നടന്നപ്പോൾ മുസഫർ നഗർ ചിത്രങ്ങളിൽ വന്നു, പത്രമാധ്യമങ്ങളിൽ. എന്താണ്? മുസഫർ നഗറിലെ സാദത്ത് മദ്രസയിലെ ഉസ്താദ് മൗലാന ഹസൻ റാസ ഹുസൈനി എന്ന് പറയുന്ന ഉസ്താദ്, അദ്ദേഹത്തിന്റെ 35 കുട്ടികളും മദ്രസയിലെ, ഈ കുട്ടികളെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയിട്ട് ജയ് ശ്രീരാം ഹര ഹര മഹാദേവ വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിക്രൂരമായിട്ട് മർദ്ദിച്ചത് ഈ പറയുന്ന യുപിയിലെ മുസഫർ നഗറിലായിരുന്നു. ഈ മൗലാന എന്ന് പറയുന്ന, ഈ മൗലാന അസദ് റാസ ഹുസൈനി എന്ന് പറയുന്ന ഈ മനുഷ്യൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് BJPക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ മനുഷ്യനാണ്. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മദ്രസയിലെ 35 കുട്ടികളെയുമാണ് കൊണ്ടുപോയിട്ട് അതിഭീകരമായിട്ട് യുപിയില് RSSകാര് പോലീസും മർദ്ദിച്ചത്. അത് മുസഫർ നഗറിലായിരുന്നു. ബാബരി മസ്ജിദ് മറന്നുപോകരുത്, യുപിയിലായിരുന്നു ബാബരി മസ്ജിദ്. നിരവധി അനവധി ഭരണകൂടങ്ങൾ മാറി മാറി ഭരിച്ച ഏത് തരത്തിൽ കൊടിയുള്ള ഭരണകൂടവും അവിടെ കടന്നുപോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ചേർന്നിട്ടാണ് ബാബരി മസ്ജിദ് തകർത്തത്. യുപി എന്ന് പറയുമ്പോൾ BJP RSS എന്ന് മാത്രം നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഒന്നാം പ്രതിസ്ഥാനത്ത് BJPയും RSSുമായിരിക്കാം. പക്ഷേ അവിടെ മാറി മാറി ഭരിച്ച ഭരണകൂടങ്ങൾ മുഴുവൻ സംരക്ഷിച്ചത്, പോറ്റി വളർത്തിയിട്ടുള്ളത് ആരുടെ താല്പര്യമാണ് എന്നുള്ളത് കൂടെ നമ്മൾ ആലോചിക്കണം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബാബരി മസ്ജിദ് യുപിയിലായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. ബാബരി മസ്ജിദ് ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, നിങ്ങൾക്കറിയാം. അവിടെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഈ ബാബരി മസ്ജിദിന്റെ കൂടെ ഉണ്ടായിരുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. PSC എന്ന് പറയുന്ന പ്രൊവിൻഷ്യൽ ആംഡ് കോൺസ്റ്റാബുലറി എന്ന് പറയുന്ന RSSകാരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രത്യേക പോലീസ് സേനയുള്ള സംസ്ഥാനമാണ് യുപി. അങ്ങനെ ഒരു പോലീസ് സംവിധാനം തന്നെ യുപിയിലുണ്ട്. ഇവരുടെ പ്രധാന പണി ഈ പറയുന്ന തരത്തിൽ RSSന്റെ അജണ്ട പോലീസിലൂടെ നടപ്പിലാക്കുക. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ആഷിപുര കൂട്ടക്കൊല, 23 മുസ്ലിങ്ങളെ തലയില് അലക്കിമീതെ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോയിട്ട് ഒരു കനാലിന്റെ സൈഡിൽ വലിച്ചു നിർത്തിയിട്ട് വെടിവെച്ചു കൊന്ന ആഷിപുര കൂട്ടക്കൊല. 10-28 കൊല്ലം കാത്തു നിൽക്കേണ്ടി വന്നു അതിലെ പ്രതികൾക്ക് ശിക്ഷ കിട്ടുമോ എന്ന് കാത്തിരിക്കാൻ. ഒരാളെയും ശിക്ഷിച്ചില്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരെ. ആ ഹാഷിപുര കഴിഞ്ഞു പോയത് ഉത്തർപ്രദേശിലാണ്. ഹത്രാസ് മറന്നുപോകരുത്. യോഗി ആദിത്യനാഥിന്റെ ആർഷ ഭാരത സംസ്കാരം വളരെ ഭംഗിയായിട്ട് നമ്മൾ കണ്ട സ്ഥലമാണ് ഹത്രാസ്. ഒരു ദളിത് പെൺകുട്ടിയെ അതിഭീകരമായി ബലാത്സംഗം ചെയ്തു. ആര് ബലാത്സംഗം ചെയ്തു എന്ന് നമ്മുടെ പത്രങ്ങൾ പറയില്ല. ഒരു ദളിത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. ആര്? സവർണന്മാര് ബലാത്സംഗം ചെയ്തു. അങ്ങനെ ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞു ആ കുട്ടിയെ. അവരുടെ കൊന്നുകളയലും ബലാത്സംഗം ചെയ്യലും ക്രിമിനലുകൾ ചെയ്യുന്നതാണ്, നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ പോലീസും ഭരണകൂടവും അതിനോട് സ്വീകരിച്ച നിലപാടെന്നായിരുന്നു യുപിയില്. ആ പെൺകുട്ടിയുടെ ശവശരീരം വീട്ടുകാരെ കാണിക്കാതെ കത്തിച്ചു കളഞ്ഞത് യുപിയിലായിരുന്നു. നമ്മൾ ആലോചിക്കണം. അവർക്ക് പരാതി കോടതി പോലീസ് സ്വീകരിക്കാതിരുന്നത് യുപിയിലായിരുന്നു. ആ പെൺകുട്ടി മരണസമയത്ത് പറഞ്ഞ പേരുകൾ ഒഴിവാക്കാൻ പല ശ്രമങ്ങളും യുപി പോലീസ് നടത്തി. അങ്ങനെ നിരവധി പോരാട്ടങ്ങളിലൂടെ കടന്നിട്ടാണ് ഹത്രാസിൽ ആ പെൺകുട്ടിയുടെ ശബ്ദം ലോകം കേട്ടത്. ഹത്രാസ് യുപിയിലാണ്. ആർഷഭാരത യോഗി സംസ്കാരത്തില് ഒരു ദളിതന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നുള്ളതിന് കൂടുതൽ തെളിവൊന്നും വേണ്ട, കഴിയില്ല. ഉന്നാവ് എന്നൊക്കെ പറയുന്ന പ്രദേശം യുപിയിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു ഉന്നയില് ദളിത് പെൺകുട്ടിയെ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത കഥ.
അത് സ്ഥിരമായിട്ട് ഉന്നാവിൽ സംഭവിക്കുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഉന്നാവിൽ ഒരു ദളിത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞു. അതിന്റെ കേസുമായി പോയ അവരുടെ അച്ഛനെ പോലീസ് കള്ളക്കേസിൽ കുടുക്കി അതിക്രൂരമായി ലോക്കപ്പിലിട്ട് പീഡിപ്പിച്ചു. ആ അച്ഛൻ പിന്നീട് മരണപ്പെട്ടു. പിന്നീട് ആ കേസുമായി പോയ ആ കുട്ടിയുടെ അമ്മാവരും അമ്മായിയും അടക്കമുള്ള ആളുകള് ഒരു ലോറി ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു. ഇതൊക്കെ നമ്മൾ കണ്ടതാ. എങ്ങനെയാണ് ഒരു സവർണ സമൂഹത്തോട്, ഒരു സവർണ വിഭാഗത്തോട് ഒരു ദളിത് പെൺകുട്ടിയുടെ കുടുംബം പ്രതിഷേധിച്ചാൽ, പ്രതികരിച്ചാൽ, പരാതി കൊടുത്താൽ എന്താണ് യു പിയിൽ സംഭവിക്കുക എന്നുള്ളതിന് ഉനയിലെ പെൺകുട്ടിയുടെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. ഇതേ ഉനയിലാണ് ഒരു ചത്ത പശുവിന്റെ തോല് പൊളിച്ചെടുത്തു എന്നുള്ളതിന്റെ പേരില് 3 ദളിതന്മാരെ ലോറിയുടെ പിന്നിൽ കെട്ടിയിട്ട് നഗ്നമാക്കി അടിച്ചു കൊണ്ടുപോയത് നമ്മൾ പത്രങ്ങളിൽ കണ്ടത് ഉനയിലാണ്. ആർഷ ഭാരത സംസ്കാരം RSS യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും പ്രതിനിധാനം ചെയ്യുന്ന ആർഷ ഭാരത സംസ്കാരത്തില് ഒരു ദളിതന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നുള്ളതിന് യു പിയിലേക്ക് നോക്കിയാൽ മതി. യോഗി പ്രതിനിധാനം ചെയ്യുന്ന ആർഷ ഭാരത സംസ്കാരത്തില് മുസൽമാന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നറിയാൻ യു പിയിലേക്ക് നോക്കിയാൽ മതി. കാരണം യു പി മാതൃകയായതുകൊണ്ടാണല്ലോ കേരള യാത്ര, കേരളത്തിലിപ്പോ വിജയയാത്ര ഉദ്ഘാടനം ചെയ്യാൻ BJP സെലക്ട് ചെയ്ത ആള് യോഗി ആദിത്യനാഥാണ്. കാരണം BJPയുടെ മാതൃക മോഡൽ നരേന്ദ്രമോദി കഴിഞ്ഞ 2ാമത്തെ മോഡൽ ഈ പറയുന്ന യോഗി ആദിത്യനാഥാണ്. എങ്കിൽ നിങ്ങൾ യോഗി ആദിത്യനാഥിന്റെ യു പിയിലേക്ക് നോക്കുക. BJPക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. എന്നിട്ടും BJP പറയുന്നത് ഞങ്ങൾ ഹിന്ദുക്കളുടെ ഏകീകരണമാണ്, ഹിന്ദുവിന്റെ പാർട്ടിയാണ്, ഹിന്ദുവിന്റെ മോചനമാണ് എന്ന് BJP RSS പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, അവര് പറയുന്ന ഹിന്ദുവില് ഉനയിലെ പെൺകുട്ടിയുടെ സമുദായം പെടില്ല, ഉനയിലെ ചാട്ടവാറ് കൊണ്ട് അടിക്കപ്പെട്ട യുവാക്കളുടെ സമുദായം പെടില്ല, ഉനയിൽ അതിഭീകരമായി കൊല ചെയ്യപ്പെട്ട ഹത്രാസിലെ പെൺകുട്ടിയുടെ സമുദായം RSSന്റെ പട്ടികയിൽ ഹിന്ദുവല്ല. അതിപ്പോ BJP ഇവിടെ സുരേന്ദ്രൻ സാറിന്റെ യാത്ര ഉദ്ഘാടനം ചെയ്യുമ്പോ നമ്മളോട് പറഞ്ഞു തരുന്നത് അതാണ് യു പി എന്ന് നമ്മൾ ആലോചിക്കണം. കഴിഞ്ഞില്ല. ഡോക്ടർ കഫീൽ ഖാൻ യു പിയിലാണ്, മറന്നുപോകരുത്. ഡോക്ടർ കഫീൽ ഖാൻ അദ്ദേഹം CAA അനുകൂലമായിട്ട് പ്രസംഗിച്ചപ്പോ ഡോക്ടർ കഫീൽ ഖാന്റെ പേരില് NSA ചുമത്തി, ദേശീയ സുരക്ഷാ നിയമം ചുമത്തി, പുറത്തിറങ്ങാത്ത രീതിയിൽ ജയിലടയ്ക്കാൻ അവിടെ കോടതി രക്ഷയ്ക്കെത്തി. അദ്ദേഹം CAA അനുകൂലമായി പ്രസംഗിച്ചതിന്റെ പേര് 153A IPC പ്രകാരം മതസ്പർദ്ധ ഉണ്ടാക്കുന്നു എന്ന വകുപ്പ് ചേർത്തി. മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കുട്ടികൾ ഓക്സിജൻ കിട്ടാതെ മരിച്ചപ്പോ സ്വന്തം കീശയിൽ നിന്ന് പണം എടുത്ത് ഓക്സിജൻ വാങ്ങിക്കൊടുത്ത, സിലിണ്ടർ വാങ്ങിക്കൊടുത്തതിന്റെ പേരില് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടക്കപ്പെട്ടതായിരുന്നു കഫീൽ ഖാൻ. അത് യു പിയിലാണ്. മുഹമ്മദ് അഖ്ലാഖ്, മറന്നുപോകരുത്, മുഹമ്മദ് അഖ്ലാഖ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മനുഷ്യനെ വടിയും ഓളോ ബ്രിക്സും ഉപയോഗിച്ച് അടിച്ചു കൊന്നത് യു പിയിലായിരുന്നു. മുഹമ്മദ് അഖ്ലാഖ്, അദ്ദേഹത്തിന്റെ മകൻ ഇന്ത്യൻ പട്ടാളത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു. RSSകാരന് ഇന്ത്യൻ പട്ടാളത്തെ സേവിക്കണമെന്ന് പറയുമ്പോ ഇടക്കിടക്ക് ചോദിക്കണോ, സൈന്യത്തിലേക്ക് നോക്കൂ നിങ്ങൾ. നരേന്ദ്രമോദിയും പറയാറുണ്ട്, നിങ്ങൾ സൈന്യത്തിൽ നോക്കൂ, അവരെ അതിർത്തികൾ കട്ടപ്പെടുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മളോട് പലതും ക്ഷമിക്കാൻ പറയുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കീഴില് ഇന്ത്യയില് സൈന്യത്തിൽ സേവനം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരന്റെ ബാപ്പയെ ബീഫ് കൈവശം വെച്ചു എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊന്നത് യു പിയിലായിരുന്നു. അത് കഴിഞ്ഞു അഫ്താബാലം, അത് യു പിയിലാണ്, മറന്നുപോകരുത്. അഫ്താബാലം ബീഫ് കൈവശം വെച്ചതല്ല, ജയ് ശ്രീരാം വിളിക്കണമെന്ന് പറഞ്ഞിട്ട് അത് വിളിക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരില് അഫ്താബാലത്തിനെ തെരുവിലിട്ട് അടിച്ചു കൊന്നത് യു പിയിലായിരുന്നു. ഇപ്പൊ യു പിയിൽ ഏകദേശം ഒതുക്കിയെന്ന് തോന്നിയപ്പോ, അല്ലെങ്കിൽ യു പിയിൽ ഏകദേശം തന്റെ വരുതിയിൽ വരുന്നെന്ന് കാണുമ്പോ പതിയെ പതിയെ യു പിയിൽ നിന്ന് കേരളത്തിലേക്കാണ് യോഗി ആദിത്യനാഥ് വരുന്നത്. ഇനി കേരളത്തിലൊന്ന് ഒന്ന് ഒന്ന് കാണിച്ചു കൊടുക്കേണ്ടതിന്റെ എങ്ങനെയാണ് സംഘപരിവാരത്തിന്റെ അജണ്ട എന്ന്. അതിനാദ്യം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് സിദ്ദീഖാപ്പനാണ്. സിദ്ദീഖാപ്പൻ എന്ന് പറഞ്ഞാൽ ഡൽഹിയിലൊരു പത്രപ്രവർത്തകൻ. അദ്ദേഹം ഹത്രാസിലേക്ക് പോവുകയാണ് പെൺകുട്ടിയുടെ വീട് കാണാൻ. അദ്ദേഹത്തിന്റെ കൂടെ 3 ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരും. അവരെ അറസ്റ്റ് ചെയ്തു പോലീസ്. എന്നിട്ട് എന്താ പറഞ്ഞത്? വർഗീയ കലാപം ഉണ്ടാക്കാൻ, ജാതീയമായ ചേരിതിരിവുണ്ടാക്കാൻ
വിദേശത്തുനിന്ന് ഫണ്ട് സ്വീകരിച്ചിട്ടാണ് സിദ്ദീഖ് കാപ്പൻ യുപിയിൽ വന്നിട്ടുള്ളത്. അറസ്റ്റ് ചെയ്ത് ഇപ്പൊ അദ്ദേഹം 5 ദിവസം ജാമ്യം കിട്ടിയിരിക്കുകയാണ്. മരിക്കാൻ കിടക്കുന്ന ഉമ്മയെ കാണാൻ. ആലോചിക്കണം നിങ്ങൾ, അദ്ദേഹം ചെയ്ത തെറ്റെന്താ? ഇന്ത്യ ഈസ് മൈ കൺട്രി നമ്മളിങ്ങനെ പറഞ്ഞു പഠിക്കണ്ടല്ലോ. അദ്ദേഹം കേരളത്തിൽ നിന്ന് യുപിയിലേക്ക് സന്ദർശനം നടത്തി എന്നുള്ളതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് രാജ്യദ്രോഹം ചുമത്തപ്പെടുന്നു. സിദ്ദീഖ് കാപ്പനും അതുപോലെ ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകരും. വിദേശത്ത് നിന്ന് ധനസഹായം കിട്ടി, ആര് കൊടുത്തു, എന്ത് കൊടുത്തു, അതൊന്നും ചോദിക്കരുത്. അത് കഴിഞ്ഞു റഊഫ് ഷെരീഫ്, ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ദേശീയ ജനറൽ സെക്രട്ടറി റഊഫ് ഷെരീഫ് മലയാളിയാണ്, കൊല്ലത്തുകാരനാണ്. അദ്ദേഹത്തെ കേരളത്തിൽ നിന്ന് ED ആണ് അറസ്റ്റ് ചെയ്യുന്നത്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എന്നിട്ട് അദ്ദേഹത്തെ കേരളത്തിൽ ജയിലിലിടുന്നു, കാക്കനാട് ജയിലിൽ. അവസാനം കേരളത്തിലെ ഈ പറയുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കുള്ള കോടതി ഈ കേസ് പഠിച്ചിട്ട് അവസാനം പറയുന്നു അയാളുടെ പേരിൽ കേസൊന്നും നിലനിൽക്കൂല, അയാളൊന്നും വെറുതെ ജയിലിലിടണമെന്നില്ല എന്ന് പറഞ്ഞ് കോടതി ജാമ്യം കൊടുക്കുന്നു. ജാമ്യം കൊടുത്ത സന്തോഷം പങ്കിടുന്നതിന് മുമ്പ് റഊഫ് ഷെരീഫിനെ കാക്കനാട് ജയിലിൽ നിന്ന് UP പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നു. എന്താ പറയുന്ന കുറ്റം? ഈ റഊഫ് ഷെരീഫാണ് ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകർക്ക് ഹത്രാസിലേക്ക് പോകാനുള്ള ബസിന്റെ പൈസ കൊടുത്തത്. അതാണ് അദ്ദേഹം ചെയ്ത ഭീകരവാദം. ഹത്രാസിലേക്ക് പോകുന്ന പ്രവർത്തകർക്ക്, അദ്ദേഹത്തിന്റെ പ്രവർത്തകരാണ്, അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹത്തിന്റെ ദേശീയ സമിതിയിലുള്ള ആളുകളാണ് പോയിട്ടുള്ളത്. പോകുമ്പോൾ പൈസ കൊടുത്തിട്ടുണ്ടാകാം, നിഷേധിക്കാനൊന്നും പറ്റില്ല. അദ്ദേഹം പൈസ കൊടുത്ത ആ പൈസ കൊടുത്തത് ഭീകരവാദത്തിനാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ UPയിലേക്ക് കൊണ്ടുപോയി ജയിലിലിട്ടിരിക്കുകയാണ് ഇപ്പോ. വീണ്ടും ഇതാ നമ്മുടെ നാട്ടിൽ നിന്ന് അൻഷദും കോഴിക്കോട് നിന്ന് ഫിറോസും UP പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അപ്പോ ഒരു സംസ്ഥാനത്തിന് എങ്ങനെയാണ് മറ്റൊരു സംസ്ഥാനത്തിൽ ആളുകളെ പിടിച്ച് ജയിലിടാൻ പറ്റുക എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുക. അത് കേന്ദ്ര ഭരണമൊന്നും വേണ്ട, പട്ടാളവും വേണ്ട. കേരളത്തിൽ എങ്ങനെ RSS ഉണ്ടാക്കാമെന്ന് യോഗി ആദിത്യനാഥ് കാണിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിൽ CPM കോൺഗ്രസോ മാറി മാറി ഭരിച്ചോട്ടെ, ഇവിടെ നിന്ന് വരുന്ന ശബ്ദങ്ങളെ ഇല്ലാതെയാക്കാൻ UP കേന്ദ്രീകരിച്ചുകൊണ്ട് RSS പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിനോട് നമ്മൾ എന്ത് സമീപനം സ്വീകരിക്കണമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇതിന് പറ്റുന്ന രീതിയിൽ കേരളത്തിലെ പശ്ചാത്തലം ഒരുക്കാൻ RSSന്റെ ഒരു ഭാഗത്ത്, RSSന്റെ പ്രചരണത്തിലെ പലരും അത് കേൾക്കുമ്പോ ഭംഗിയുള്ളതാണ്, മനോഹരമാണെന്ന് വിശ്വസിച്ചു പോകുന്നു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന പ്രചരണം നമ്മൾ കണ്ടല്ലോ, ഹലാൽ സർട്ടിഫിക്കറ്റുകൾ ഒഴിവാക്കണം. എന്തിനാണ് ഹലാൽ സർട്ടിഫിക്കറ്റ്? ചില ഹോട്ടലിന് മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ഹലാൽ ഫുഡ്. അത് പാടില്ല. അങ്ങനെ എഴുതി വെക്കുന്നത് ഇസ്ലാമിക ഭീകരവാദമാണ്, അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്നാ പറയുന്നത്. ഹലാലുള്ളവൻ ഹലാൽ കഴിക്കുക, ഹലാലില്ലാത്തവൻ ഹലാൽ കഴിച്ചാൽ പോരെ? പറ്റില്ല. ഇവിടെ ആദ്യം പിടിക്കുന്നത് ഭക്ഷണത്തിന്റെ മുകളിലാ. അതാണല്ലോ ബീഫിന്റെ മുകളിൽ പിടിച്ചത്. ബീഫിന്റെ മുകളിലാണ് പിടിച്ചത്. ഭക്ഷണങ്ങളുടെ മുകളിൽ ആരെന്ത് കഴിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾ എന്ത് കഴിക്കുന്നത്, ഞങ്ങൾ ഉള്ളി കഴിക്കുന്നുണ്ടോ ബീഫ് കഴിക്കുന്നുണ്ടോ നിങ്ങൾ നോക്കണം. ഞങ്ങൾ പലതും കഴിക്കും, പക്ഷെ ബീഫ് കഴിക്കാൻ പാടില്ല. ഇപ്പൊ പറയുന്നു ഹലാൽ ഫുഡ് എന്ന് എഴുതി വെക്കാൻ പാടില്ല. വ്യാപാരങ്ങളിലെ കച്ചവടക്കാരുടെ മനസ്സിലേക്ക് RSSന്റെ വർഗീയത നടച്ചുകൊണ്ടിരിക്കുന്നു. സുദർശൻ TV അതൊരു TV ചാനലാണ്. അവര് പറയുന്നത് UPSC ജിഹാദ് പ്രചരണം. എന്താ പറയുന്നത്? കേന്ദ്ര സർക്കാരിന്റെ UPSC വഴി മുസ്ലിങ്ങളെ കേന്ദ്ര സർവീസിൽ കയറ്റാനുള്ള ഒരു ജിഹാദ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ RSS അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതിയ പ്രചരണം അയച്ചുവിടുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് RSS ചെയ്യുന്ന ഒരു സാധനം അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം മുസ്ലിങ്ങളുടെ പേര് നമുക്ക് ആരോപിക്കും, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ പേരിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പേരിൽ. ചെയ്യുന്നത് RSSകാരായിരിക്കും. പക്ഷെ അത് ആദ്യം എന്ത് ചെയ്യും? മറ്റവൻ ചെയ്യുന്നു എന്ന് അങ്ങോട്ട് വിളിച്ചു പറയും. അതാണ് UPSC ജിഹാദ്. അതിന് പരസ്യം കൊടുത്തതായിരുന്നു അമുൽ കമ്പനി. അമുലിന്റെ വസ്തുക്കളില്ലെങ്കിൽ നമ്മളെ കുട്ടിയെ ഉറക്കം കിട്ടൂല. എപ്പോഴും സുദർശൻ TVയുടെ UPSC ജിഹാദ് പരിപാടിയുടെ സ്പോൺസർ അമുലായിരുന്നു. വലിയ വലിയ മഹാന്മാരൊക്കെ ഉണ്ടാവും അതിന്റെ പിന്നില്. റിപ്പബ്ലിക് TV അർണബ് ഗോസ്വാമി നമ്മൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അതുപോലുള്ള ചാനലുകൾ പറഞ്ഞ ഒരു സംഗതിയായിരുന്നു കൊറോണ ജിഹാദ്.
ഡൽഹിയിലെ തബ്ലീഗ് കേന്ദ്രത്തിൽ നിന്നാണ് അത്ര ഇന്ത്യയിൽ കൊറോണ വ്യാപിപ്പിച്ചത്. അങ്ങനെ വ്യാപിപ്പിക്കാനുള്ള ഗൂഢാലോചന ഡൽഹിയിൽ നിസാമുദ്ദീൻ മർക്കസ് കേന്ദ്രീകരിച്ചുകൊണ്ട് തബ്ലീഗ് ജമാഅത്തുകാർ നടത്തി എന്നുകൊണ്ട് പറയാണ്. എന്നിട്ട് അത് ചാനലുകളിലൂടെ പുറത്തു വരാണ്. പിന്നെ അത് RSS ഏറ്റെടുക്കുകയാണ്. അവസാനം കോടതിക്ക് ഇടപെടേണ്ടി വരുന്നു. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. RSSകാർക്കുണ്ടോ വല്ല കോടതിയും? അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കൊറോണ ജിഹാദ് തബ്ലീഗ് ജമാഅത്തുകാർ തുടങ്ങിയതാണ് കേരളത്തിൽ, ഇന്ത്യയിൽ. ഇന്ത്യയിൽ ഇപ്പോഴും പ്രചരണം ഉണ്ടായിരുന്നില്ലേ? ലവ് ജിഹാദ്, എല്ലാത്തിന്റെ പിന്നാലെ ജിഹാദ് ഉണ്ടോ? ലവ് ജിഹാദ് എന്താണ്? അമുസ്ലിങ്ങളായ, പ്രത്യേകിച്ച് ഹിന്ദുക്കളായ സ്ത്രീകളെ പ്രണയിച്ച് മതം മാറ്റിയിട്ട് ഇസ്ലാമിക ഭീകരവാദത്തിന് കൊണ്ടുപോകുന്ന തരത്തിലുള്ള പുതിയൊരു ജിഹാദ്, ലവ് ജിഹാദ് ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനെതിരെ നിയമം ഉണ്ടാക്കിപ്പോ UP-യില്. ഇന്നലെ ഇപ്പൊ യോഗി ആദിത്യനാഥ് കാസർഗോഡ് വന്നപ്പോ പറഞ്ഞെന്താ? ലവ് ജിഹാദിനെതിരെ കേരളം നിയമം ഉണ്ടാക്കണം. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഉത്തർപ്രദേശിലെ നിയമം. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ലവ് ജിഹാദ് ഉള്ളത്. അതുകൊണ്ട് കേരളം അങ്ങനത്തെ ഒരു നിയമം ഉണ്ടാക്കണം എന്നാണ് UP-യിലെ ആർഷഭാരത സംസ്കാരത്തിന്റെ ആള് യോഗി ആദിത്യനാഥ് കാസർഗോഡ് പറഞ്ഞത്. എന്താ നിയമം? ആ നിയമത്തിന് എത്രയുള്ളൂ? ലവ് ജിഹാദല്ല, ലവ് മാരേജ് ജിഹാദ്. ലവ് മാരേജിനെതിരെയുള്ള നിയമമാണ്. അതായത് ഒരു മുസ്ലിമായ പുരുഷൻ ഹിന്ദുവായ സ്ത്രീയെ പ്രണയിച്ച് വിവാഹം കഴിച്ചാൽ മതം മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് വൻ കുറ്റമാണ്, ജയിലിലടയ്ക്കും. അപ്പൊ ഒരു മുസ്ലിമായ പെൺകുട്ടിയെ ഒരു ഹിന്ദുവായ ചെറുപ്പക്കാരൻ പ്രണയിച്ച് മതം മാറ്റി ഹിന്ദുവാക്കിയാൽ അയാൾ ജയിലിലടയ്ക്കോ? അയാൾ ജയിലിലടയ്ക്കില്ല. അതെന്താ അങ്ങനെ? ആ നിയമത്തിൽ മതമുണ്ടോ? നിയമത്തിൽ മതമുണ്ട്. അതാണ് ആർഷഭാരത സംസ്കാരം എന്ന് RSS പറയുന്നത്. നിയമത്തിൽ മതമുണ്ട്. എന്താ അങ്ങനെ? അതായത് ഒരു മുസ്ലിമായ പെൺകുട്ടി ഒരു ഹിന്ദുവായ ചെറുപ്പക്കാരനെ പ്രണയിച്ച് ഹിന്ദു മതത്തിലേക്ക് മതം മാറിയാൽ അത് തന്റെ സനാതന ധർമ്മത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ്. ഘർ വാപ്പസി. അതുകൊണ്ട് കേസെടുക്കാൻ പറ്റില്ല. അത് സ്വന്തം മതത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അത്തരമൊരു RSSകാരുടെ ശാഖയിൽ പറയുന്ന കാര്യമാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. പക്ഷെ ഇന്ത്യ രാജ്യത്തിലെ ഒരു ഭരണകൂടം ഉണ്ടാക്കിയ നിയമമാണത്. അങ്ങനെ ഹിന്ദു ആവാണെങ്കിൽ അത് തിരിച്ചുപോക്കാണ്, തന്റെ സ്വധർമ്മത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അത് കുറ്റമല്ല. മറ്റേത് മതത്തിലേക്ക് പോയാലും ക്രിസ്ത്യാനികള് UP-യിൽ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ് കുട്ടികളെ 4-5 കുട്ടികളായ ആളുകളെ വരെ പഴയ കേസെടുത്തിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, ജയിലിലടച്ചുകൊണ്ടിരിക്കുന്നു ഉത്തർപ്രദേശില്. ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ വേട്ടയാടണമെങ്കിൽ പറയുന്ന പേരാണ് ജിഹാദി. എന്തിന്റെ കൂടെയും ജിഹാദ് വെച്ചുകൊടുത്താൽ മതി. കൊറോണ ജിഹാദ്, ലവ് ജിഹാദ് അങ്ങനെ കൊണ്ട് പറഞ്ഞു കൊടുത്താൽ മതി. ഹലാൽ ജിഹാദ്, UPSC ജിഹാദ്. ഇനി അത് മറ്റു പിന്നാക്ക സമുദായങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലോ അർബൻ നക്സൽ, പുതിയ പേരാണ്. അർബൻ നക്സൽ ആണെന്ന് പറഞ്ഞാൽ പിന്നെ മിണ്ടാൻ പറ്റില്ല. ഈ രാജ്യത്തിലെ ദളിതുകൾക്ക് വേണ്ടിയിട്ടോ ആദിവാസികൾക്ക് വേണ്ടിയിട്ടോ സംസാരിച്ചാൽ അയാൾ അർബൻ നക്സലാണ്. അയാൾ പിന്നെ മിണ്ടൂല. അങ്ങനെ പേരിട്ടാ പിന്നെ നക്സൽ വാദമാണ്, തീവ്രവാദമാണ്, ജയിലിലടയ്ക്കാനുള്ള എല്ലാ വകുപ്പുണ്ട്. അർബൻ നക്സൽ. ഇനി അത് സമരം നടത്തുന്നത് സിഖുകാരാണെങ്കിലോ കർഷക സമരമാണെങ്കിലോ അവരെ പറയുന്ന പേര് ഖലിസ്ഥാൻവാദികളാണ്. അതുകൊണ്ട് അവരും പറ്റും. ഖലിസ്ഥാൻവാദം ഇന്ത്യയിലെ തീവ്രവാദമാണ്. ഖലിസ്ഥാൻവാദികളാണെന്ന് പറഞ്ഞാൽ അവരും കുടുങ്ങി. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ലാബിലെത്തിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഈ പറയുന്ന UP മാത്രമല്ല RSS നേതൃത്വത്തിലുള്ള മാധ്യമങ്ങളും ഭരണകൂടവും ചേർന്നിട്ട് പ്രതിഷേധ ശബ്ദങ്ങളെ മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ച് ലാബിലൊട്ടിച്ച് അരിക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. RSSന്റെ കൂടെ അരക്കാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ED ആണ്. ഒന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പോപ്പുലർ ഫ്രണ്ടിന്റെ 16 നേതാക്കന്മാരെ വീട്ടിൽ റെയ്ഡ് നടത്തിയ 16 സ്ഥലങ്ങളിൽ നേതാക്കന്മാരെ വീടും ഓഫീസും അടക്കം സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തി ED. ഒന്നും കിട്ടിയിട്ടില്ല. ഓരോ ആളുകളെയും ഭയപ്പെടുത്താൻ ഏറ്റവും നല്ല ഉപകരണം ഇപ്പൊ ഭരണകൂടത്തിന്റെ കയ്യിലുള്ള മണി ലോണ്ടറിംഗ് ആക്ട് എന്ന് പറയുന്ന നിയമമാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ED മുഴുവൻ ആളുകളെ നിശബ്ദാക്കാണ്. സിനിമാ നടന്മാരെ, രാഷ്ട്രീയ നേതാക്കന്മാരെ, ഭരണകൂടത്തിലുള്ള ആളുകളെ നിശബ്ദമാക്കിക്കൊണ്ടിരിക്കുന്നു ED. വേറെ ഭാഗത്ത് NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന് പറയുന്ന ഒരു സാധനമാണ് വേറെ.
അവരന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇത്തരം കേസുകൾക്ക് സ്പെഷ്യലാണ് അവരുടെ കയ്യിൽ, NIA-യുടെ കയ്യിൽ. അവർക്ക് വേണ്ടുന്ന നിയമങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. വ്യക്തിയെ വരെ തീവ്രവാദിയാക്കി പ്രഖ്യാപിക്കാൻ പറ്റുന്ന നിയമങ്ങൾ NIA-ക്ക് അങ്ങനെ ശക്തി കൊടുത്തിട്ടുണ്ട്. UAPA ആ നിയമം ഒന്നും കൂടെ മൂർച്ച കൂട്ടിയെടുത്തിട്ടുണ്ട്. UAPA നിയമം അതുപ്രകാരം വ്യക്തികളെ തീവ്രവാദിയായി പ്രഖ്യാപിക്കാം, ഒരു മനുഷ്യനെ അങ്ങോട്ട് തീവ്രവാദിയായി പ്രഖ്യാപിക്കാം. കേൾക്കാൻ എളുപ്പമുണ്ടാവും. ഒരു മനുഷ്യൻ ഇന്ത്യ രാജ്യത്ത് തീവ്രവാദിയായി പ്രഖ്യാപിച്ചാൽ അയാൾ അനുഭവിക്കാൻ പോകുന്ന, അയാളുടെ കുടുംബവും നാടും അനുഭവിക്കാൻ പോകുന്ന വേദന നമ്മൾ ആലോചിക്കണം. UAPA പ്രകാരം നടക്കാൻ പോകുന്ന നിയമ നടപടികൾ അങ്ങനെയാണ്. അത് കഴിഞ്ഞു CBI ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് 7 സംസ്ഥാനങ്ങൾ ഇന്ത്യ രാജ്യത്ത് പറഞ്ഞിട്ടുണ്ട് CBI ഇങ്ങോട്ട് വരണ്ട. കാരണം CBI RSSന് വേണ്ടി, BJPക്ക് വേണ്ടി പണിയെടുക്കുന്നു, അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇന്ത്യ രാജ്യത്ത് കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന സമരമാണ് കർഷക സമരം. കർഷക സമരത്തിനോട് ഇപ്പോ RSS ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന നിലപാടെന്താ? BJP ഗവൺമെന്റ് ഒരു സമരമാണല്ലോ നടക്കുന്നത്. ആയിരക്കണക്കിന് ആളുകള് വീടും കുടുംബവും ഉപേക്ഷിച്ച് വന്ന് സമരം ചെയ്യാനുള്ള ഡൽഹിയില് സിംഗു അതിർത്തിയില് ആ സമരക്കാരോട് ഒരു അനുകമ്പാപൂർവ്വം സംസാരിക്കാൻ ഇന്ത്യ ഭരണകൂടത്തില് നരേന്ദ്ര തോമറോ നരേന്ദ്രമോദിയോ ഒന്നും തയ്യാറാവണില്ലല്ലോ. സമരം പിൻവലിച്ചു പോവാ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. ആ സമരക്കാരുടെ പേരിൽ ഇപ്പൊ ആരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ആ സമരക്കാരുടെ ഏറ്റവും ഒടുവിൽ അറസ്റ്റ് ചെയ്ത ദിശ രവി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, 22 വയസ്സുകാരെ അറസ്റ്റ് ചെയ്യപ്പെടുക. എന്താ അതിന് പറയുന്ന പേര്? ടൂൾ കിറ്റ് അറസ്റ്റ്. നമ്മൾ ആലോചിക്കണം, ഓരോ പേരുകള് ഈ രാജ്യത്തിലെ ഭരണകൂടവും മാധ്യമങ്ങളും കൂടി എഴുന്നള്ളിക്കുന്നത്. ആ പേര് കേട്ടാൽ നമുക്ക് തോന്നും അതിലെന്തോ ഒരു ഭീകരവാദമുണ്ട്. നമ്മുടെ നാട്ടിൽ അൻഷദിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ എന്താ? ഡിക്റ്റനേറ്ററുകളൊക്കെ കയ്യിലുണ്ടായിരുന്നു. എന്താ നമുക്ക് അറിഞ്ഞൂടാ, പക്ഷെ എന്തോ ഒരു കാര്യപ്പെട്ട സാധനമാണെന്ന് ആ പേര് കേട്ടാൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തോ ഒരു ഭീകരവാദത്തിന്റെ സാധനമാണ് കയ്യിലുള്ളത്. അതേപോലെ ദിശാരവി അറസ്റ്റ് ചെയ്യുന്ന ടൂൾ കിറ്റ് കേസാണ്. എന്താ ടൂൾ കിറ്റ്? ഒന്നുമില്ല, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും മറ്റു പാർട്ടികളൊക്കെ ഇറക്കുന്ന സർക്കുലർ പോലെ ഒരു സാധനമാണ്. കർഷക സമരത്തിന് നാളെ എന്ത് ചെയ്യണം, മറ്റന്നാൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം മാത്രമാണ് ഈ ടൂൾ കിറ്റ് എന്ന് പറയുന്നത്. ആ ടൂൾ കിറ്റിൽ എവിടെയാണ് ഭീകരവാദം എന്നാണ് കോടതി ചോദിക്കുന്നത്. അതേ കോടതിയാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് അവളെ പോലീസ് കസ്റ്റഡിയിൽ കൊടുത്തിട്ടുണ്ട് ദിശാരവിയെ. ഒരു ദിവസം പോലീസ് കസ്റ്റഡിയിൽ കൊടുത്താൽ എന്താ സംഭവിക്കാൻ നമുക്കറിയില്ല. അങ്ങനെ ദിശാരവി ഒരു ഭാഗത്ത്, ഇങ്ങനെ ദിശാരവി മാത്രമല്ല, വേറെ നികിത ജേക്കബ്, അതൊരു പെൺകുട്ടിയാണ്. നികിത ജേക്കബ് അവളിപ്പോ അറസ്റ്റ് ചെയ്യപ്പെടുന്ന കോടതിയുടെ ചെറിയൊരു സംരക്ഷണത്തിൽ നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ ഒരു കേസ് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇവർ ഓരോ സമരങ്ങളോട് സ്വീകരിച്ച നിലപാട് നമുക്കറിയാം. CAA സമരത്തിന്റെ ഇരകള് ഒരുപാട് ആളുകൾ ജയിലിലാണിപ്പോ. CAA വിരുദ്ധ സമരത്തിന്റെ ആളുകൾ, അതുപോലെ ഭീമാ കൊറേഗാവ് വിരുദ്ധ സമരത്തിന്റെ ആളുകൾ. ഭീമാ കൊറേഗാവിലെ സമരത്തിന്റെ പേരിൽ കിടക്കുന്നത് ആളുകളുടെ പേര് അർബൻ നക്സൽ എന്ന് പേരിട്ടിട്ട് അവര് ജയിലിട്ടിരിക്കുകയാണ്. അവിടെ നിന്ന് വരവര റാവുവിൽ നിന്നിപ്പോ ജാമ്യം കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കേസുകൾ കർഷക സമരത്തിന്റെ പേരിൽ ഇപ്പൊ ഏറ്റവും ഒടുവിൽ നടക്കുന്നു എന്ന് പറഞ്ഞ ഈ രാജ്യത്ത് ഏത് തരത്തിലും ആരും എപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെടാവുന്ന അവസ്ഥയാണ്. ഒരു ഷൂ വിറ്റാൽ അറസ്റ്റ് ചെയ്യപ്പെടും. കാരണം ഷൂ ഉണ്ടാക്കിയിട്ടുള്ളത് ലെതർ കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടാം. ഏതെങ്കിലും പശുവിന്റെ തോലായിരിക്കാം അത്, അതുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു ഷൂ വിറ്റാലും പ്രകടനം നടത്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെടാം. കാരണം ആ പ്രകടനത്തിൽ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ, ഉയർത്തുന്ന ശബ്ദങ്ങൾ അത് നരേന്ദ്രമോദിക്കെതിരാണെങ്കിൽ, അമിത്ഷാക്കെതിരാണെങ്കിൽ ഭരണകൂടം പറയുന്നത് രാജ്യത്തിനെതിരാണെന്ന്. അതുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. കാളവണ്ടി ഓടിച്ചാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. കാരണം കാള പശുവിന്റെ ഭർത്താവായതുകൊണ്ട് ഒരു പക്ഷേ കാളവണ്ടി ഓടിച്ചാൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. ഇന്ത്യ രാജ്യത്ത് ഒരു ഹിന്ദു സ്ത്രീയുടെ ഒപ്പം നടന്നാൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. കാരണം അത് ലവ് ജിഹാദിനുള്ള പ്രേരണയായേക്കാം. തമാശ പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. തമാശ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യ രാജ്യത്ത്. അതേ തമാശ പറയുന്ന ഒരാളാണ്, തൊഴിലാണ് തമാശ. ചെറിയ ചെറിയ സദസ്സുകളില് സ്റ്റാൻഡപ്പ് കൊമേഡിയനായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അദ്ദേഹം. തമാശ പറയാൻ വേണ്ടി ഒരു സദസ്സിൽ വന്നു. തമാശ പറയാൻ തുടങ്ങിയിട്ടില്ല, അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, കൊണ്ടുപോയി. എന്നിട്ട് തമാശ പറയുന്ന മനുഷ്യന്റെ മേലുള്ള കുറ്റത്ത രാജ്യദ്രോഹം.
അറസ്റ്റ് ചെയ്താലും ഇപ്പൊ രാജ്യദ്രോഹത്തിന് കുറഞ്ഞൊരു പരിപാടിയില്ല. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് മുനവ്വർ ഫാറൂഖി, ഇപ്പൊ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ അറസ്റ്റ് ചെയ്ത് 4 ആളും ചെയ്യില്ല, ജാമ്യം കിട്ടിയിട്ടില്ല. തമാശ പറഞ്ഞ് അറസ്റ്റ് ചെയ്യപ്പെടാം, നാടകം കളിച്ച് അറസ്റ്റ് ചെയ്യപ്പെടാം. നാടകം ഈ പറയുന്ന സംഗതികൾക്കെതിരാണെങ്കിൽ രാജ്യദ്രോഹം അറസ്റ്റ് ചെയ്യപ്പെടും. ഒരു ഫേസ്ബുക്കിലോ വാട്സപ്പിലോ അല്ലെങ്കിൽ ട്വിറ്ററിലോ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ അറസ്റ്റ് ചെയ്യപ്പെടാം. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ അറസ്റ്റ് ചെയ്യപ്പെടാം. അങ്ങനെ എപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെടാൻ പറ്റുന്ന അതിഭീകരമായ ഒരു കാലാവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിനെതിരെ ഉയരേണ്ട ശബ്ദങ്ങളുണ്ട് ഈ രാജ്യത്ത്. നമ്മുടെ രാജ്യം ഇങ്ങനെയൊന്നല്ലായിരുന്നല്ലോ. 10 രൂപ അല്ലെങ്കിൽ 10 പൈസ 25 പൈസ പെട്രോളിന് കൂടിയാൽ സമരം ചെയ്യുന്ന നാടായിരുന്നു നമ്മുടേത്. ഇപ്പൊ പെട്രോളിന് 100 രൂപയാവാൻ പോവാ. ആർക്കും ഒരു പ്രശ്നമില്ല. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന നോട്ട് മുഴുവൻ നിരോധിച്ചിട്ട് നിങ്ങൾ ബാങ്കിൽ പോയി വരി നിന്നിട്ട് നോട്ട് മാറ്റി വാങ്ങിക്കോളൂ. നയിച്ച പൈസ, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ, വേർപ്പൊഴുക്കിയ പൈസ, ആ പൈസ ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് അതിന് കണക്ക് പറഞ്ഞിട്ട് എണ്ണി തരുന്ന അവസ്ഥ. എണ്ണിച്ചുട്ട് അപ്പം പോലെ നമുക്ക് പണം തരും, അതിലവർക്ക് അധികം തരില്ല. ഇത് നമ്മൾ സമ്പാദിച്ച പൈസ ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുക. ഒരു ദിവസം വൈകിയാൽ അത് മുഴുവൻ കള്ളപ്പണമായി എണ്ണുന്ന അവസ്ഥ. നമുക്ക് പ്രതികരിച്ചോ? നമ്മളാരും പ്രതികരിച്ചിട്ടില്ല. അതിന് നമുക്ക് പ്രശ്നമില്ല. നികുതിയുടെ ഭാരം നമ്മുടെ മുകളിൽ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോ അതിന് നമുക്ക് പ്രതിഷേധങ്ങളില്ല. നമ്മുടെ രാജ്യത്തിലെ പൗരന്മാരല്ല എന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നു. ഈ കൊറോണ വാക്സിൻ വിതരണം ചെയ്ത് കഴിഞ്ഞാലുടൻ CAA NRC നടപ്പിലാക്കുമെന്ന് അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രി പറയുമ്പോ പറ്റില്ല എന്ന് പറയാൻ ഒരാളുടെ ശബ്ദവും കേൾക്കുന്നില്ല. നിശബ്ദമാണ്. അതിലും പ്രതിഷേധമില്ല. ഈ രാജ്യത്തിലെ പൗരനല്ല എന്ന് പ്രഖ്യാപിക്കപ്പെട്ടാലും, ഈ രാജ്യത്തിന് വോട്ടവകാശമില്ലെന്ന് പ്രഖ്യാപിക്കപ്പെട്ടാലും ഞാൻ പറഞ്ഞു വന്നത്, പ്രതിഷേധത്തിന്റെ ശബ്ദമുയർത്തേണ്ട ആളുകൾ നിശബ്ദമാവുകയോ വേട്ടക്കാരന്റെ കൂടെ നിൽക്കുകയോ ആണ് ചെയ്യുന്നത്. നമുക്കറിയാം, സച്ചിൻ ടെണ്ടുൽക്കർ ഇപ്പൊ പറഞ്ഞത് കാർഷിക സമരത്തില് ഇന്ത്യയുടെ പുറത്തുള്ള ആളും സംസാരിക്കണം. സച്ചിൻ ടെണ്ടുൽക്കർ മാത്രമല്ല,
ഒരുപാട് സിനിമാ നടന്മാരും പറഞ്ഞു ഇതേ വാക്ക്. പക്ഷെ അതേസമയം കാശ്മീരിലെ 370-ാം വകുപ്പ് റദ്ദാക്കിയിട്ട് കശ്മീരിനെ വിഭജിച്ചപ്പോ ആ കാശ്മീരിന്റെ സുന്ദരമായ അവസ്ഥ കാണിക്കാൻ വേണ്ടി മോഡി ഗവൺമെന്റ് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്നിട്ട് കാശ്മീരിലൂടെ നടത്തി. എന്നിട്ട് അവർ യൂറോപ്യൻ യൂണിയനിലും അവിടെ പോയിട്ട് പത്രക്കാരോട് പറഞ്ഞു കാശ്മീരിലെ സമാധാനമാണ്. അപ്പൊ അത് പറയാൻ പറ്റും. പക്ഷെ ഇന്ത്യയിൽ കർഷകര് പീഡനം അനുഭവിക്കുന്നു എന്ന് പുറത്തുനിന്നൊരാൾ പറയാൻ പാടില്ല. അത് തീർക്കാൻ ഞങ്ങൾക്കറിയാം. എന്നാൽ തീരട്ടെ, തീരുന്നില്ലല്ലോ. ഗ്രെറ്റ തുൻബെർഗ് എന്ന് പറയുന്ന പരിസ്ഥിതി പ്രവർത്തക 18 വയസ്സായിട്ടുള്ളൂ. അവര് പറഞ്ഞു ഈ കർഷകരുടെ വിഷയത്തില് ലോകം ശബ്ദിക്കണമെന്ന് പറഞ്ഞു. ഗ്രെറ്റയ്ക്കെതിരെ കേസെടുക്കുകയാണ് പോലീസ്, ഡൽഹി പോലീസ്. എന്തോ ഭാഗ്യം, ഗ്രെറ്റ തുൻബെർഗ് സ്വീഡനിലായി പോയത് അവരുടെ ഭാഗ്യം. അല്ലെങ്കിൽ ഡൽഹി പോലീസ് അവരെ അറസ്റ്റ് ചെയ്യും. അങ്ങനെ സിനിമാ നടന്മാരാവട്ടെ, കളിക്കാരാവട്ടെ, കലാകാരന്മാരാവട്ടെ, പലരും ഫാഷിസത്തിന്റെ കൂടെ RSSന്റെ കൂടെ നിൽക്കുകയാണ്. ഇപ്പോ ഈ രാജ്യത്തിലെ ജനങ്ങൾ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുമ്പോൾ രാജ്യത്തെ ജനങ്ങളുടെ വേദനയ്ക്ക് പരിഹാരം കിട്ടേണ്ട ഒരു സ്ഥലം കോടതിയാണ്. ചില വേദനകൾ അനുഭവിച്ചു എന്ന് നമുക്ക് സങ്കടം പറയാനുള്ള ഒരു സ്ഥലം കോടതിയാണ്. എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, സുപ്രീം കോടതി അടക്കമുള്ള കോടതികൾ ആരുടെ പക്ഷത്താണ് ഇപ്പോൾ നിൽക്കുന്നത്? ബാബരി മസ്ജിദിന്റെ കേസ് നമ്മൾ കണ്ടു. ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഏറ്റവും വലിയ ഉദാഹരണം എന്നുള്ള നിലക്കാണ് ബാബരി മസ്ജിദിനെ കുറിച്ച് പറയുന്നത്. ബാബരി മസ്ജിദ് ആരുടേതാണ് ആ സ്വത്ത് എന്ന കേസ് സുപ്രീം കോടതി മുമ്പാകെ എത്തിയപ്പോ സുപ്രീം കോടതി പറഞ്ഞതെന്താ? അവിടെയുള്ള തർക്കം അത് പൊളിച്ചതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അത് മഹാ അപരാധമാണ്. അതിന്റെ വിചാരണ അലഹാബാദിലെ CBI കോടതിയിൽ നടക്കുന്നുണ്ട്. അതിലെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടേണ്ടവരാണ്. അത് വേഗം വിചാരണ തീർക്കണം. ആ വിഷയത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല. മറിച്ച് ഈ വിഷയത്തില് അവിടെ രാമൻ ജനിച്ചത്, രാമന്റെ അസ്തിത്വം ശരിയാണ്, രാമൻ അവിടെ ജനിച്ചതാണ്, ആ സ്ഥലം ഹിന്ദു സമൂഹത്തിന് അവകാശപ്പെട്ടതാണ്. അവിടെ നിങ്ങൾ പറയുന്നത് പോലെ അവിടെ രാമവിഗ്രഹം സ്വയംഭൂവായതല്ല, അവിടെ കൊണ്ടുവച്ചതാണ്. ബാബരി മസ്ജിദിൽ നിരവധി കാലം മുസ്ലിങ്ങൾ നമസ്കരിച്ചതാണ്. അവിടെ ഹിന്ദു ആരാധനാലയമായിരുന്നു എന്നുള്ളതിന് ആർക്കിയോളജി തെളിവുകളൊന്നുമില്ല. അവിടെ പള്ളി തന്നെയായിരുന്നു നിലകൊണ്ടിരുന്നത്. അവിടെ അതിക്രമിച്ചു കയറിയിട്ട് രാമവിഗ്രഹം സ്ഥാപിച്ചതാണ്. അത് പൊളിച്ചു കളഞ്ഞത് തെറ്റാണ്. പക്ഷേ ആ സ്ഥലം ഹിന്ദു സമുദായത്തിന് കൊടുക്കുകയാണെന്ന് സുപ്രീം കോടതി പറഞ്ഞത്. എന്ത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അത് കഴിഞ്ഞു. അവിടുന്ന് 5 ഏക്കർ മുസ്ലിങ്ങൾക്ക് അപ്പുറം എവിടെയോ കൊണ്ടുപോയി കൊടുത്തു. ഇപ്പൊ ഇന്നലെ ഹർജി വന്നിരിക്കുന്നു കോടതിയില്. ഈ രാമക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള മുസ്ലിം ആരാധനാലയങ്ങളൊക്കെ അവിടുന്ന് മാറ്റിപ്പണിയണം. ഒരുപക്ഷെ കോടതി അത് ഫയൽ സ്വീകരിച്ചിട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇപ്പോ കക്ഷികൾക്ക്. ഒരുപക്ഷെ മാറ്റി സ്ഥാപിക്കാൻ പറഞ്ഞേക്കാം. കാരണം രാമക്ഷേത്ര നിർമ്മാണത്തിന് തടസ്സമാവുന്നു എന്നുള്ള നിലക്ക് അവയൊക്കെ ഒരുപക്ഷെ ഭാവിയിൽ വർഗീയ കലാപം ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് കുറച്ചപ്പുറത്തേക്ക് മാറ്റിപ്പണിയാൻ ഒരുപക്ഷെ കോടതി ഉത്തരവിട്ടേക്കാൻ നമുക്കറിയില്ല. അങ്ങനെ സുപ്രീം കോടതി പറഞ്ഞത് അവിടെ പൊളിച്ചത് തെറ്റാണ്, രാമവിഗ്രഹം കൊണ്ടുവച്ചത് തെറ്റാണ്, പള്ളിയിൽ അതിക്രമിച്ച് കയറിയത് തെറ്റാണ്. ആ കേസിന്റെ വിചാരണ നടക്കേണ്ടതുണ്ട്, സ്പീഡിൽ തീർക്കണം, ആ കുറ്റവാളികളെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞ ആ കേസ് അലഹാബാദിലെ CBI സ്പെഷ്യൽ കോടതിയിൽ നടന്നുകൊണ്ടിരുന്ന കേസിൽ എന്താ സംഭവിച്ചത്? ആ കേസിൽ LK അഡ്വാനി അടക്കം, ഉമാഭാരതി അടക്കം, വിനയ് കത്യാർ അടക്കമുള്ള ആളുകൾ പ്രതികളാക്കപ്പെട്ട ആ കേസിലെ മുഴുവൻ ആളുകളെയും കോടതി വെറുതെ വിട്ടു. ഡിസംബർ 6 നടന്ന സംഭവത്തിന്റെ പേരിലുള്ള കേസ്. എന്നിട്ട് കോടതി പറഞ്ഞതെന്താ? അവരാരും തന്നെ ബാബരി മസ്ജിദ് തകർക്കാൻ വേണ്ടി വന്നവരായിരുന്നില്ല. അത് തകർക്കുന്നത് തടയാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആര്? മുരളി മനോഹർ ജോഷിയും ഉമാഭാരതിയും വിനയ് കത്യാറും LK അഡ്വാനിയും അടക്കമുള്ള ആളുകള് ബാബരി മസ്ജിദ് തകർക്കുന്നത് തടയാൻ ശ്രമിക്കുകയായിരുന്നു. അത് തകർത്തത് സാമൂഹ്യ ദ്രോഹികളാണ്. ബഹുമാനപ്പെട്ട കോടതിയോട് മുഴുവൻ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, ആ സാമൂഹ്യ ദ്രോഹികളാണ് സാർ രാഷ്ട്രീയ സ്വയം സേവക സംഘം അഥവാ RSS. അവരുടെ പേരാണ് RSS.
അദ്വാനി രഥയാത്ര നടത്തിയത് 1990-കളിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? രാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടിയിട്ടല്ലേ? ആ പോകുന്ന വഴിയിലല്ലേ നമ്മുടെ പാലക്കാട് പുതുപ്പള്ളി തെരുവിൽ സിറാജുന്നീസ് വെടിയേറ്റ് മരിച്ചത്? ആ അദ്വാനിയെ കുറിച്ച് കോടതി പറയുന്നത് അദ്ദേഹം അതിനൊന്നും വന്നതല്ല, ബാബരി മസ്ജിദ് പൊളിക്കുന്നത് തടയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രതികൾ. ഒരു ഇന്ത്യ രാജ്യത്തെ പൗരന്റെ അവസാന തത്താണിയായ കോടതിയിൽ നിന്ന് നമ്മൾ കേൾക്കുക. ലോക്ക്ഡൌൺ വന്നു, 4 മണിക്കൂറായിരുന്നു ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. നിങ്ങൾ ആലോചിക്കണം, ഇന്ത്യ രാജ്യത്ത് നോട്ട് നിരോധനം പ്രഖ്യാപിച്ചത്, GST പ്രഖ്യാപിച്ചത്, എല്ലാം പ്രഖ്യാപിച്ചത് മണിക്കൂറുകൾ കൊണ്ടാണ്. ഇന്ത്യ രാജ്യത്തിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആള് എന്ന നിലക്ക് നമ്മൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വിലയിരുത്തേണ്ടി വരും. 4 മണിക്കൂർ മുമ്പാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് നാളെ മുഴുവൻ രാജ്യത്ത് മുഴുവൻ ലോക്ക്ഡൌൺ, വാഹനങ്ങളില്ല, ആർക്കും അങ്ങോട്ടും പോകാൻ പാടില്ല, അതിർത്തി കടന്ന് പോകണമെങ്കിൽ പെർമിഷൻ വാങ്ങണം, പുറത്തിറങ്ങാൻ പാടില്ല, അത്യാവശ്യ കടകൾ മാത്രമേ തുറക്കാൻ പാടുള്ളൂ, അത് തന്നെ നിങ്ങൾക്ക് ആവശ്യം തെളിയിക്കണം, വാഹനം എടുക്കാൻ പാടില്ല, അതിന് പ്രത്യേക പെർമിഷൻ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് 4 മണിക്കൂർ നോട്ടീസ്. ഈ രാജ്യത്തിലെ ജനങ്ങളെ കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രി ആലോചിച്ചു. പന്തളത്തും കൂടെ നിങ്ങൾ നടന്നു നോക്ക്, മലയാളികളെക്കാൾ കൂടുതൽ അന്യഭാഷക്കാരാണ് നമ്മൾ കാണുന്നത്. അന്യ സംസ്ഥാന തൊഴിലാളികൾ, അന്യാന്ന് പറയാൻ പാടില്ല, അതിഥി തൊഴിലാളികൾ എന്ന് പറയണം. അതിഥി തൊഴിലാളികളാണ് പന്തളത്ത് മുഴുവനുള്ളത്. ആലോചിച്ചൊക്കെ ഇങ്ങനെ ഓരോ സംസ്ഥാനത്തും ഓരോ പ്രദേശങ്ങളിലുണ്ട്. 4 മണിക്കൂർ കൊണ്ട് നാളെ മുഴുവൻ അടച്ചുകൂട്ടാന്ന് പറഞ്ഞാൽ ഇവരെന്ത് ചെയ്യണം? ഉത്തരവില്ല. നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല. ഞങ്ങൾ എങ്ങോട്ട് പോകണം, നിങ്ങൾ അങ്ങോട്ട് പോയാലും വേണ്ടില്ല. ഞങ്ങൾക്ക് ഭക്ഷണമില്ല, നിങ്ങൾക്ക് ഭക്ഷണം തരലല്ല എന്റെ പണി. ഇന്ത്യ രാജ്യത്തിന്റെ ഒരു പ്രധാനമന്ത്രി പറയാ. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നത്? ഇവർ നടക്കുകയാണ് ഉത്തർപ്രദേശിലേക്ക്, ആസാമിലേക്ക്, ബീഹാറിലേക്ക്, ബംഗാളിലേക്ക് കാൽനടയായി സ്ത്രീകളും കുട്ടികളും അടങ്ങുകയാണ്. നടന്നു പോയി വഴിയിൽ മരിച്ചു വീഴുന്നത്. ഒരു സൂട്ട് കേസിന്റെ മുകളിൽ കുട്ടി ഇങ്ങനെ പറ്റിപ്പിടിച്ച് കിടന്നുറങ്ങിയിട്ട് വലിച്ചു കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു. നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണു നിറഞ്ഞു. പക്ഷേ ഒരു RSSകാരനെയും കണ്ണു നിറഞ്ഞിട്ടില്ല. കാരണം അതിനേക്കാൾ ഭീകരമായത് അവൻ ശാഖയെന്ന് പഠിക്കുന്നത് കൊണ്ടാണ്. മോഡിജിയെ കുറിച്ച് ഇല്ലാത്ത കഥകൾ. അതിന്റെ പേരിൽ ആൾക്കാർ പോയി സുപ്രീം കോടതിയിൽ മുമ്പാകെ. ഇത് സുപ്രീം കോടതി പറഞ്ഞെന്താ? ആളുകൾ അങ്ങനെ നടന്നു പോകുന്നു എന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. കേസിൽ കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലത്രേ അങ്ങനെ ആളുകള് കഷ്ടപ്പെട്ട് നടന്നുപോയത്. കഴിഞ്ഞ ദിവസം പാർലമെന്റ് സമ്മേളനത്തില് മന്ത്രി പറയാണ്, ആ ലോക്ക്ഡൌണില് മരിച്ച ആളുകളുടെ എണ്ണം എടുക്കുന്നേ ഉള്ളൂ, ഇതുവരെ പൂർത്തിയായിട്ടില്ല. നമ്മളാരെങ്കിലും പ്രതിഷേധിച്ചോ? പ്രതിഷേധം നമ്മുടെ മനസ്സിലുണ്ടായോ? നമ്മൾ നിന്നു കൊടുക്കുകയാണ്. ഈ രാജ്യം നശിച്ചോട്ടെന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ രാജ്യം നശിച്ചു പോയിക്കോട്ടെ, നശിച്ച് നാറാണക്കല്ലെടുത്താലും ഒരു പ്രശ്നവും എനിക്കില്ല എന്ന് തീരുമാനിച്ചിട്ട് നമ്മൾ വീട്ടിലിങ്ങനെ കുത്തിയിരിക്കാൻ തീരുമാനിച്ച പോലെയാണ് കാര്യങ്ങളുടെ പോക്ക്. അതിലും കോടതി നിശബ്ദമാണ്. അതിന് കിടന്നിട്ട് പിന്നെ കോടതി ചെയ്യണ എന്താ? സുപ്രീം കോടതി ജഡ്ജിമാര് വരെ പ്രധാനമന്ത്രിയെ പുകഴ്ത്തുകയാണ് ഓരോ കാര്യത്തില്. അയാളെ കുറിച്ച് മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുക ജഡ്ജിമാര്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാവാൻ പാടില്ല. കാരണം ഇന്ത്യയുടെ ഭരണഘടന അങ്ങനെയാണ് പറയുന്നത്. ജുഡീഷ്യറി വളരെ ഇൻഡിപെൻഡന്റ് ആയി നിൽക്കേണ്ട ഒരു സ്ഥാപനമാണ്. അതിൽ ഈ പറയുന്ന ഭരണകൂടത്തിൽ ആരും കയറി വരാൻ പാടില്ല, ആരും ഇടപെടാൻ പാടില്ല. എന്നിട്ട് അവിടെ നിന്ന് പിരിയുന്ന ആള് പിറ്റേന്ന് രാജ്യസഭാ അംഗമാകുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്തത് സംഭവിച്ചു. കഴിഞ്ഞില്ല. ആർട്ടിക്കിൾ 32 എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്താ പറയുന്നത്? പൗരാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ, ഇന്ത്യയുടെ ഭരണഘടനയിൽ പറയുന്ന ഒരുപാട് പൗരാവകാശമുണ്ടല്ലോ, ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇത് ലംഘിക്കപ്പെട്ടാൽ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ സുപ്രീം കോടതി വരെ പോകാം. അതാണ് ആർട്ടിക്കിൾ 32. ജസ്റ്റിസ് ബോബ്ഡെ സുപ്രീം കോടതി ജഡ്ജി ചോദിക്കുക, ഈ ആർട്ടിക്കിൾ 32 ഒക്കെ എടുത്ത് ഒഴിവാക്കിക്കൂടെ? എന്തിനാണ് ആളുകൾ വെറുതെ സുപ്രീം കോടതിയിൽ ഇങ്ങനെ വരുന്നത്? പൗരാവകാശം ലംഘിക്കപ്പെട്ട താഴെ ഏതെങ്കിലും കോടതി പോയാൽ മതി, സുപ്രീം കോടതിയിൽ വരണ്ട എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പൗരാവകാശത്തെ കുറിച്ചൊന്നും ഇപ്പൊ തൽക്കാലം ഈ രാജ്യത്ത് ഇനി മുണ്ടേണ്ടതില്ല. കോടതിയിൽ നമുക്ക് പ്രതീക്ഷ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും.
ബ്യൂറോക്രസി, ഉദ്യോഗസ്ഥ വൃന്ദം ആരെ കൂടെയാ? ആരുടെ? സങ്കല്പ് എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ട് RSSന്. RSS എന്ന് പറഞ്ഞാൽ ഒരു 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 തായ്വേരാണ്. അതിന് പൊട്ടിമുളച്ച് ഒരുപാട് ശിഖരങ്ങളുണ്ട്. അത് കുട്ടികളുടെ ബാലഗോകുലം മുതൽ, ബാലഗോകുലം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഘോഷയാത്ര നടത്തല്ലോ. കൃഷ്ണനായും രാധയായും ഒക്കെ കുട്ടികളെ വേഷമിട്ടിട്ട് അങ്ങനെ ഘോഷയാത്ര നടത്തുന്ന ബാലഗോകുലം, അതിൽ പോയി നമ്മുടെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ അതൊക്കെ കൃഷ്ണനോടുള്ള ഇഷ്ടം കാണിക്കാനുള്ള ഒരു ഘോഷയാത്രയാണ് എന്ന് കരുതിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനൊക്കെ പോവാറുണ്ട്. ആ പറയുന്ന ഘോഷയാത്ര സംഘടിപ്പിക്കുന്ന സംഘടനയുടെ പേരാണ് ബാലഗോകുലം. ആരുടേതാ ബാലഗോകുലം? RSSന്റേത്. ABVP വിദ്യാർത്ഥികളുടെ സംഘടന RSSന്റേത്. യുവമോർച്ച യുവാക്കളുടേത് RSSന്റേത്. മഹിളാ മോർച്ച RSSന്റേത്. BJP RSSന്റേത്. ബജ്രംഗ് ദൾ RSSന്റേത്. ഹിന്ദു ഐക്യവേദി RSSന്റേത്. വിശ്വ ഹിന്ദു പരിഷത്ത് RSSന്റേത്. പിന്നെ ഏകൽ വിദ്യാലയ RSSന്റേത്. വനവാസി കല്യാൺ പരിഷത്ത് RSSന്റേത്. ദൃഷ്ടി പരിഷത്ത് RSSന്റേത്. അഭിഭാഷക പരിഷത്ത് RSSന്റേത്. തപസ്യ RSSന്റേത്. RSS എന്ന് പറഞ്ഞാൽ അതിന്റെ ഒക്കെ അടിവേരാണ്. ഒന്നും രണ്ടു സംഘടനയല്ല, 10-30 സംഘടനകളായിട്ട് ഇങ്ങനെ പടർന്നു കിടക്കുന്ന ഒരു സംഘമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. ഇവിടെ പലരും BJPക്കെതിരെ സംസാരിച്ചുകൊണ്ട് സ്വയം ഇങ്ങനെ ഇരിസപ്പെടുത്താണ്. പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയുന്നത് RSSനെതിരെയാണ്. RSS ആണ് ഈ പ്രശ്നങ്ങളുടെ ഒക്കെ കേന്ദ്രം. അങ്ങോട്ട് നിങ്ങളുടെ സംസാരം പോകാതെ, ചർച്ച പോകാതെ ഒന്നിനും പരിഹാരമില്ല. മെട്രോമാൻ ഈ ശ്രീധരൻ BJPയിൽ ചേരുന്നു എന്ന് പറയുന്ന ആഘോഷിക്കുമ്പോ ആലോചിക്കണം, അദ്ദേഹത്തോട് നിങ്ങൾ RSSൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ആരും ചോദിക്കണില്ല. അദ്ദേഹം എവിടെ നിന്നാണ് ശാഖയിൽ പോയിരുന്നോ എന്ന് ചോദിക്കണില്ല. അതാ ഞാൻ പറഞ്ഞത്, RSS സംഘടിപ്പിക്കുന്ന മറ്റൊരു പ്രസ്ഥാനമാണ് സങ്കല്പ് ഫൗണ്ടേഷൻ. എന്താ സങ്കല്പ് ഫൗണ്ടേഷന്റെ പരിപാടി? ഒരൊറ്റ പരിപാടിയേ ഉള്ളൂ. ഇന്ത്യയുടെ ഭരണ സർവീസിലേക്ക്, ഇന്ത്യയുടെ സിവിൽ സർവീസിലേക്ക് ആളുകളെ പരിശീലനം കൊടുത്ത് റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിയാണ് സങ്കല്പ് ഫൗണ്ടേഷൻ. കഴിഞ്ഞ തവണ സിവിൽ സർവീസ് IAS, IPS, IFS ഉദ്യോഗസ്ഥന്മാരില് സങ്കല്പിൽ പഠിച്ച 90% ആളുകൾ യോഗ്യത നേടി. ആ യോഗ്യത നേടിയിട്ട് ഇന്ത്യൻ സിവിൽ സർവീസിൽ യോഗ്യത നേടി പ്രവേശിച്ച ഈ ആളുകളെ അഭിസംബോധന ചെയ്തിട്ട് സംസാരിക്കുന്നത് RSSന്റെ ദേശീയ സെക്രട്ടറിയാണ്. അങ്ങനെയുള്ള ബ്യൂറോക്രാറ്റുകളാണ് ഈ രാജ്യം ഭരിക്കാൻ പോകുന്നത്, ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവൂല. കേരള പോലീസിലുണ്ടായിരുന്നല്ലോ കുറെ ആളുകൾ, പെട്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ലല്ലോ. നടപടികളിലൂടെ നമുക്ക് സംശയം ഉണ്ടായിരുന്നുവെങ്കിലും കേരള പോലീസിന് DGP ആയിട്ട് മറ്റും വിരമിച്ച ആളുകൾ പലരും ഉണ്ടായിരുന്നല്ലോ. RSS നേരെ പോകുന്നത് RSSന്റെ സ്റ്റേജിലേക്കാണ്. പോലീസ് അവരെ നിർത്തിയാൽ ഉടൻ TP സെൻകുമാർ എങ്ങോട്ടാ പോയത്? അതേ ഭരണത്തിലിരിക്കുമ്പോ, ഉത്തരവാദപ്പെട്ട കാക്കി കൊടുത്തിരിക്കുമ്പോ സേവനം ചെയ്തത് RSSന് വേണ്ടിയിട്ടായിരുന്നു. സെൻകുമാർ SP ആയിട്ട് റിട്ടയർ ചെയ്ത ഉണ്ണിരാജ രാജിവെച്ചപ്പോ പിന്നെ റിട്ടയർ ചെയ്തപ്പോ കഴിഞ്ഞതിന് ശേഷം എങ്ങോട്ടാ പോയത്? നേരെ RSSലേക്ക്. ജേക്കബ് തോമസ് എങ്ങോട്ടാ പോയത്? RSSലേക്ക്. ഇതാ ഞങ്ങൾ പറഞ്ഞത്, നമ്മളറിയാതെ നമുക്കിടയില് ബ്യൂറോക്രസിയുടെ പല തലപ്പത്തും RSSന്റെ ആളുകളെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നു. മാധ്യമങ്ങൾ, എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും ഒക്കെ പരാജയപ്പെടുമ്പോ ജനങ്ങളുടെ ജനാധിപത്യത്തിന്റെ 4ാമത്തെ തൂണായിട്ട് നിൽക്കേണ്ടതാണ് മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങള് നമ്മൾ ഏറ്റവും ഒടുവിൽ അൻഷദിന്റെ കേസെടുത്തോ? മാധ്യമങ്ങൾ ചെയ്തതെന്താ? ഏതെങ്കിലും മാധ്യമങ്ങൾ അതിന്റെ പിന്നാലെ പോയോ? UP പോലീസിനെതിരെ സംസാരിച്ചോ? UP പോലീസിന്റെ കള്ളക്കളികളെ കുറിച്ച് മിണ്ടിയോ? ഏതെങ്കിലും പത്രങ്ങൾ മിണ്ടിയില്ല, നിശബ്ദമാണ്. ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ സംസാരിച്ചോ? 4ാം തൂണായി നിൽക്കേണ്ട മാധ്യമങ്ങൾ നിശബ്ദമായിട്ട് മാറി നിൽക്കുകയോ വേട്ടക്കാരന്റെ പക്ഷം ചേരുകയോ ചെയ്യുന്നത് നമ്മൾ കാണുന്നു. കാരണം ഭയമായിരിക്കാം, അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടുന്ന സുഖങ്ങളെ കുറിച്ചുള്ള ആലോചനയായിരിക്കാം. എന്തോ നിശബ്ദമായിട്ട് മാധ്യമങ്ങൾ നിൽക്കുന്നു. രാഷ്ട്രീയക്കാർ പിന്നെ സംസാരിക്കേണ്ടത് BJPക്കെതിരെ, RSSനെതിരെ സംസാരിക്കേണ്ടത് രാഷ്ട്രീയക്കാരാണ്. ഇന്ത്യ രാജ്യത്തിലെ കേരളത്തിന്റെ അവസ്ഥ എടുക്കുക. കോൺഗ്രസ് സംസാരിക്കുന്നത് കോൺഗ്രസ്സുകാർക്ക് പോലും വിശ്വാസമില്ല.
കാരണം ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും വലിയ RSSന്റെ പ്രത്യക്ഷമായ പരിപാടി നമ്മൾ കണ്ടത് ബാബരി മസ്ജിദ് തകർത്തപ്പോഴാണ്. കോൺഗ്രസ് എവിടെയായിരുന്നു നമുക്കറിയാം. അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ് കോൺഗ്രസ് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ പോലും ഇന്ന് നമ്മൾ കണ്ടല്ലോ, ഇന്ന് പുതുച്ചേരിയിലെ കോൺഗ്രസ് മന്ത്രിസഭ വീണിരിക്കുന്നു. പുതുച്ചേരിയിൽ കോൺഗ്രസ് മന്ത്രിസഭ വീണു. എന്താ പറ്റിയത്? കോൺഗ്രസിന്റെ 4 MLA-മാര് പുതുച്ചേരി 4 MLA-മാര് രാജിവെച്ചു BJPയിൽ ചേർന്നു. അതോടുകൂടി പുതുച്ചേരിയിലെ കോൺഗ്രസ് മന്ത്രിസഭ തകർന്നു. അവിടെ BJP അധികാരത്തിൽ വരുമിക്കുവാണ്. എന്റെ രാജിവെക്കണത് എന്നെ മന്ത്രിയാക്കിയില്ല, എന്നെ ചീഫ് വിപ്പ് ആക്കിയില്ല, എന്നെ ഒന്നും ആക്കിയില്ല എന്ന് പറഞ്ഞിട്ട് നേരെ രാജിവെക്കുന്നു. BJPയിലേക്ക് പോകാനൊരു മടിയില്ല. നേരെ BJPയിലേക്കാണ് പോണത് കോൺഗ്രസിൽ നിന്ന്. അത് ഇനി തുടരുകയുള്ള ഒരു പക്ഷേ രാഹുൽ ഗാന്ധി മാത്രം ബാക്കിയാവും. രാഹുൽ ഗാന്ധി തന്നെ പോകുമെന്ന് നമുക്കൊരു ഉറപ്പില്ല. പിന്നെന്തായാലും CPM എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പന്തളത്തുകാരോട് കൂടുതൽ പറഞ്ഞു തരേണ്ടതില്ല. നമ്മുടെ ഈ അൻഷദിന്റെ വീടിന്റെ അടുത്ത് RSSകാരും പോലും പൊതുയോഗം നടത്തിയിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. അവിടെ ഇടപെടുന്നത് RSSന്റെ ശബ്ദമായിട്ട് അൻഷദിന്റെ വീടിന്റെ അടുത്തെത്തുന്നത് CPM-കാരാണ്. അവിടെ പ്രസംഗിക്കുന്നതാരാ? BJPയിൽ നിന്ന് RSSൽ നിന്ന് രാജിവെച്ച് എന്ന് പറഞ്ഞിട്ട് CPM-ൽ വന്നൊരു നേതാവ്. അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അവസരം കൊടുക്കുന്നു. ആ പ്രസംഗത്തിന് ശേഷം അൻഷദിന്റെ അടക്കമുള്ള വീടുകൾ അവിടെ ആക്രമിക്കപ്പെടുന്നു. CPM-ന് നിലപാടെന്താ? എന്തായാലും CPM-ന്റെ ഏരിയ കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ അറിയാതെ ഒരു പൊതുയോഗം CPM-കാർ സംഘടിപ്പിക്കൂലല്ലോ, എന്ത് ന്യായം പറഞ്ഞാലും. എന്നിട്ട് അവിടെ പ്രസംഗിക്കാൻ ആളെ തീരുമാനിക്കേണ്ടതും ആരാ? അത് CPM-ന്റെ കമ്മിറ്റിയാണ്. LC എന്നൊക്കെ പറഞ്ഞ CPM-കാർക്ക് അറിയാതെ അതിന്റെ വില. അവരറിയാതെ ഒന്നും നടക്കില്ല. പക്ഷേ അവിടെ നടന്നതെന്താ? RSSനെ പോലെ നാണിപ്പിക്കുന്ന രീതിയിൽ CPM ഇടപെട്ടില്ലേ? CPM ഇടപെടാൻ കാരണമുണ്ട്. അത് ഈ അൻഷദിന്റെ പ്രദേശത്തെ ഏതെങ്കിലും CPM-ന്റെ ആളുകൾക്ക് തോന്നുന്ന ഒരു കാര്യമല്ല. അത് പ്രാദേശിക പ്രശ്നമല്ല. CPM നടത്തിക്കൊണ്ടിരിക്കുന്ന യാത്ര വികസന യാത്ര. ഈ വികസന യാത്രയുടെ അമരക്കാരൻ വിജയരാഘവൻ കേരളത്തിന്റെ തെരുവുകൾ മുഴുവൻ പല സമയങ്ങളിൽ പറഞ്ഞ വാക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞത് ന്യൂനപക്ഷ വർഗീയതയാണ് ഏറ്റവും വലുത് ഭൂരിപക്ഷ വർഗീയതയേക്കാൾ. അദ്ദേഹം പിറ്റേന്ന് പറയാണ്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, എനിക്ക് മതമൗലികവാദികളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. ആരെ മതമൗലികവാദികള്? ന്യൂനപക്ഷ വർഗീയതയാണ് ഏറ്റവും വലിയ വർഗീയത എന്ന് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞവരുടെ പേര് മതമൗലികവാദികൾ. ന്യൂനപക്ഷ വർഗീയത എന്താണ്? ന്യൂനപക്ഷ വർഗീയത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ അനങ്ങിയ പറയും ന്യൂനപക്ഷ വർഗീയതയ്ക്ക് ഭൂരിപക്ഷ വർഗീയതക്കും ഞങ്ങളെതിരാണ്. ഏതാണ് ഭൂരിപക്ഷ വർഗീയത? ഭൂരിപക്ഷം വർഗീയമാണോ ഇവിടെ? ഭൂരിപക്ഷ വർഗീയത എന്ന് പറഞ്ഞിട്ട് CPM-കാരെ ചൂണ്ടിക്കാണിച്ചു തരുന്നത് RSSനെയാണ്. RSS ഭൂരിപക്ഷ വർഗീയതയുള്ള ആളുകളായിരുന്നുവെങ്കിൽ കേരളത്തിൽ എന്തോ RSS ഭരിക്കില്ലേ? എന്തുകൊണ്ടാ ഭരിക്കാത്തത് ഭൂരിപക്ഷം ആളുകൾ RSSന്റെ കൂടെയല്ല, RSSന്റെ വർഗീയതയുടെ കൂടെയല്ല എന്നുള്ളതുകൊണ്ടാണ്. ഇവര് പറയുന്നത് ഹിന്ദു വർഗീയതയുടെ പേരാണ് RSS എന്ന. ഹിന്ദു വർഗീയവാദിയല്ല. ഹിന്ദുവിന് RSS ആവാൻ സാധിക്കില്ല. ഹിന്ദു സമുദായത്തിലെ ഒരു പ്രത്യേക തരം ജീവികൾ മാത്രമേ RSSനുള്ളൂ. ബാക്കി ഹിന്ദുക്കളൊക്കെ RSSന്റെ പുറത്തായത് കൊണ്ടാണ് RSSന് കേരളത്തിൽ ഭരണം പിടിക്കാൻ പറ്റാത്തത്, ഇന്ത്യ രാജ്യം കീഴ്പ്പെടുത്താൻ പറ്റാത്തത്. അപ്പോഴും CPM അവരെ വിളിക്കുന്ന പേര് ഭൂരിപക്ഷ വർഗീയത എന്ന. ന്യൂനപക്ഷ വർഗീയത എന്താ? ന്യൂനപക്ഷ വർഗീയത ഈ പറയുന്ന RSSന്റെ അക്രമങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും. ഇവരാണ് ന്യൂനപക്ഷ വർഗീയതയുടെ ആളുകൾ. ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, വേദനിച്ചുകൊണ്ടിരിക്കുന്ന, കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ നോക്കിയിട്ട് CPM പറയുന്നു നിങ്ങൾ ന്യൂനപക്ഷ വർഗീയതയുടെ ആളുകളാണ്. ഇത് വിജയരാഘവൻ തുടങ്ങി വെച്ചതല്ല. കേരളത്തില് നിങ്ങളുടെ ആദ്യത്തെ മുഖ്യമന്ത്രി സഖാവ് EMS മുതൽ തുടങ്ങി വെച്ചത് കേരളത്തിലെ ഈ പറയുന്ന അൻഷദിന്റെ പ്രദേശത്തുള്ള CPM നേതാക്കന്മാർ സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു വ്യക്തിയുടെ കുഴപ്പമല്ല, ഒരു പ്രസ്ഥാനം അവരെ പഠിപ്പിച്ചതിന്റെ കുഴപ്പമാണ്. അവരാ RSSനെതിരെ ശബ്ദിക്കണില്ല. അബ്ദുൽ നാസർ മഹദിയുടെ കേസാവട്ടെ, ഇന്ത്യൻ നാഷണൽ ലീഗിനാവട്ടെ, കൂടെ കൂട്ടി അബ്ദുൽ നാസർ മഹദിയെ ഒന്നുമല്ലാതാക്കി ഇപ്പോ അബ്ദുൽ നാസർ മഹദിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടോ? അബ്ദുൽ നാസർ മഹദിന് പ്രഷറും ഷുഗറും പിടിച്ചിട്ട്
മരണാസന്നനായിട്ട് കിടക്കുമ്പോ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സഖാവ് പിണറായി വിജയനാണ്. പക്ഷെ സംസാരിക്കുന്നുണ്ടോ? ഇടക്കാലത്ത് തങ്ങളുടെ കൂടെ കൂട്ടിയിരുത്തി തങ്ങളുടെ സ്റ്റേജിൽ കൊണ്ടുവന്നു, കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു. ഇന്ത്യൻ നാഷണൽ ലീഗ് ഇപ്പൊ CPM-ന്റെ കൂടെയാണ്. ഇബ്രാഹിം സുലൈമാൻ സാഹിബുള്ള കാലത്ത് അതിനുശേഷമൊന്നും INL സ്വീകരിച്ചിട്ടില്ല. INL-നെ ഒന്നുമല്ലാതാക്കിയിട്ട് തങ്ങൾക്ക് എങ്ങനെയും വളയ്ക്കാൻ പറ്റുന്നവരാക്കിയ ശേഷമാണ് INL-നെ CPM കൂടെ കൂട്ടുന്നത്. എവിടെയാണ് നിങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത്? നാദാപുരം ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. മുസ്ലിം സമുദായത്തോട് നിങ്ങൾ പ്രവർത്തിച്ചത് ഒരുപാട് കേസുകളുണ്ട്. പറവൂരില്, എറണാകുളം ജില്ലയില് അവിടെയുള്ള വിസ്റ്റം ഗ്രൂപ്പുകാരുടെ അടിച്ചു മർദ്ദിച്ച RSSകാർക്കെതിരെ എടുത്ത കേസുകളുടെ അവസ്ഥ നമുക്കറിയാം. അവിടെ വഴിമരുന്നിട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് അവരെ ആക്ഷേപിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വർഗീയ പ്രസംഗത്തിന്റെ പേരിൽ ശംസുദ്ദീൻ ബാലത്തിനെതിരെ കേസെടുക്കുന്നു, MM അക്ബറിനെതിരെ കേസെടുക്കുന്നു, ശശികലക്കെതിരെ പരാതി കൊടുത്തിട്ടും കേസെടുക്കുന്നില്ല. ആരെ തൃപ്തിപ്പെടുത്താനാണ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ശ്രമിച്ചിട്ടുള്ളത്? കാസർഗോഡ് ജില്ലയിലെ റിയാസ് മൗലവി കൊല്ലപ്പെട്ടപ്പോ ആ റിയാസ് മൗലവിയുടെ മയ്യത്ത് അദ്ദേഹം പഠിപ്പിച്ച മദ്രസയിലെ കുട്ടികളൊന്നും കാണിക്കാതെ നാട്ടിൽ കൊണ്ടുപോയി കബറടക്കിക്കൊള്ളണമെന്ന് ആജ്ഞാപിച്ചത് സഖാവ് പിണറായി വിജയന്റെ പോലീസായിരുന്നില്ലേ? കാസർഗോഡ് ആസൂത്രിത കലാപം ഉണ്ടാക്കാനാണ് റിയാസ് മൗലവിയെ കൊന്നത് എന്നായിരുന്നു സഖാവ് പിണറായി വിജയൻ പറഞ്ഞത്. പക്ഷെ പിന്നീട് ആ കേസ് എന്തായി? 3 ചെറുപ്പക്കാർ മദ്യപിച്ച് ബോധം കെട്ട് നടത്തിയ ഒരു കൊലപാതകമായിട്ട് FIR ചുരുങ്ങിയില്ലേ റിയാസ് മൗലവിയുടെ കൊലപാതകത്തിൽ? ആ കേസിന്റെ ഡയറിയിൽ ഇപ്പൊ അങ്ങനെ കലാപത്തെ കുറിച്ചുള്ള പരാമർശം പോലുമില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കൊലപാതക കേസില് ഒരു മുസ്ലിം സ്ത്രീ അറസ്റ്റ് ചെയ്യപ്പെട്ടത് കേരളത്തിലായിരുന്നു. വിപിൻ എന്ന് പറയുന്ന RSSകാർ കൊല ചെയ്യപ്പെട്ടപ്പോ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന്റെ ഭാര്യ ആ പ്രതിക്ക് അഭയം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തു. അതേ കേസില് അതിന് തൊട്ടപ്പുറത്ത് ഫൈസൽ എന്ന് പറയുന്ന ഒരു മുസ്ലിമായ ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടപ്പോ അവിടെ RSSന്റെ ഓഫീസുകളിൽ കയറാൻ പോലും കേരളത്തിലെ ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്നപ്പോ പോലീസിന് സാധിച്ചിട്ടില്ല. ഏറ്റവും ഒടുവില് ഒരുപാട് ഉദാഹരണങ്ങളുടെ അവിടെ ഞാൻ കടന്നില്ല. പൗരത്വ സമര കേസ്, ഈ പൗരത്വ കേസിൽ ഒരു നടപടിയും എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കേസും എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവസാനം സംഭവിച്ചതെന്താ? അവസാനം പൗരത്വ കേസില് ഹർത്താലിന് ആഹ്വാനം ചെയ്ത 50ഓളം ആളുകൾക്കെതിരെ പോലീസ് സമൻസ് അയച്ചിരിക്കുന്നു. ഇതാണ് കേരളത്തിലെ ഇടതുപക്ഷം ആരുടെ കൂടെയാണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ കാണുന്നത്. എന്തുകൊണ്ട് വെസ്റ്റ് ബംഗാളില് BJP വരുന്നു? 30 കൊല്ലം CPM ഭരിച്ചെടുത്ത് സുന്ദരമായിട്ട് BJPക്ക് കടന്നു വരാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ആരാണ് വഴിവെട്ടിക്കൊടുത്തത്? കണ്ണൂരില് കേരളത്തിലെ MLA ഇല്ല, BJP കേരളത്തിൽ ഒറ്റ MLA, കണ്ണൂരിൽ MLA ഇല്ല BJPക്ക്. പക്ഷെ കണ്ണൂരില് CPMകാർക്ക് മറുപടി കൊടുക്കാൻ, തിരിച്ചടിക്കാൻ, ഓരോ കൊലയ്ക്കും ഓരോ അടിക്കും പകരം കൊടുത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന വിധത്തില് RSSനെ വളർത്തിയതാരാ? എന്തുകൊണ്ട് CPMന് കടിഞ്ഞാണിടാൻ സാധിക്കണില്ല? കേരളത്തിൽ MLAമാരില്ലാഞ്ഞിട്ടും, കേരളത്തിലെ ഭരണമില്ലാഞ്ഞിട്ടും, കേരളത്തിൽ വമ്പിച്ച ശക്തിയല്ലാഞ്ഞിട്ടും ശക്തമായിട്ട് RSSന് CPMനോട് അഴിച്ചു നിൽക്കാൻ RSSന് സാധിക്കുന്നുണ്ട് എങ്കിൽ CPM മനസ്സിലാക്കേണ്ടതുണ്ട്, RSS എന്ന് പറയുന്നത് ഒരു ചെറിയ സംഘത്തിന്റെ പേരല്ല. RSS എന്ന് പറയുന്നത് CPMന്റെ അകത്തുമുള്ള ചില ആളുകളുടെ മനസ്സിന്റെ പേരാണ് RSS. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതൊരു സൈനിക സംഘമാണ്. വോട്ടില്ലായിക്കൊള്ളണമെന്നില്ല, MLA ഉണ്ടായിക്കൊള്ളണമെന്നില്ല, MP ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ ഭരിച്ചുകൊള്ളണമെന്നില്ല. പക്ഷേ ഒരു സൈനിക ശക്തിയായി ആയുധങ്ങൾ നിറച്ചുവെച്ച ആക്രമണ സ്വഭാവമുള്ള ഒരു സംഘമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം. അതിനോടുള്ള ഏത് തരത്തിൽ നിലപാട് സ്വീകരിക്കണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പന്തളത്തെ പ്രവർത്തകരായാലും ശരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ പ്രവർത്തകരായാലും ശരി, അവരെല്ലാവരും ആലോചിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഇപ്പോ രാമക്ഷേത്രത്തിന് വേണ്ടി പിരിവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാട് പറഞ്ഞിട്ടുണ്ടോ? രാമക്ഷേത്രത്തിന് വേണ്ടി പിരിവ് കൊടുത്തിട്ടില്ലെങ്കിൽ കേസെടുക്കുമെന്ന് ചില ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം യോഗി ആദിത്യനാഥ് കാസർഗോഡ് എന്ന് പറഞ്ഞത് രാമക്ഷേത്രം ദേശീയ സ്മാരകമാണെന്നാണ്.
ദേശീയ സ്മാരകത്തിന് പണം കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ദേശദ്രോഹികളാവാൻ സാധ്യതയുള്ളിടത്താണ് ഇപ്പൊ ഇന്ത്യ എത്തി നിൽക്കുന്നത്. ഇന്ത്യയുടെ ഖജനാവെന്ന് 1 രൂപ കൊടുത്തിട്ടുണ്ട് കേട്ടോ രാമക്ഷേത്രം ഉണ്ടാക്കാൻ സംഭാവന. നമ്മൾ വിചാരിക്കും ഇന്ത്യയുടെ ഖജനാവിൽ നിന്ന് 1 രൂപയല്ലേ കൊടുത്തത്. 1 രൂപ കൊടുത്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം 1 രൂപയോ 1 കോടിയോ കൊടുക്കുക ശരിയാണ് എന്നുള്ള പ്രഖ്യാപനമാണത്. ഇന്ത്യയുടെ ഖജനാവെന്ന് ഒരു ക്ഷേത്രം ഉണ്ടാക്കാൻ, ആ ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനത്തിന് പോകുന്നതാരാ? സന്യാസിമാരല്ല, RSS നേതാക്കന്മാരല്ല, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ തങ്ങളുടെ പള്ളി തകർത്തുണ്ടാക്കിയ ക്ഷേത്രമാണെന്ന് വിശ്വസിക്കുന്ന രാമക്ഷേത്രത്തിന്റെ ശില സ്ഥാപിക്കാൻ പോകുന്നത്. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. രാമക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനത്തിന് പോയി ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ജനാധിപത്യവും എങ്ങോട്ടാണ് ഈ ഭരണകൂടം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? മോഡി സർക്കാർ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്ന് ആലോചിക്കണം. പിരിവ് കാസർഗോട്ട് പിന്നെ കർണാടകയിലെ കുമാരസ്വാമി പറയുന്നത് രാമക്ഷേത്രത്തിന് വേണ്ടി പിരിവ് കൊടുക്കാത്ത വീടുകളൊക്കെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. ഓർമ്മകളും നമുക്ക് മുംബൈ കലാപം, അങ്ങനെ മാർക്ക് ചെയ്ത വീടുകളായിരുന്നു മുംബൈ കലാപത്തിൽ ആക്രമിക്കപ്പെട്ടത്. അതിന്റെ ഒരു പ്രചരണമാണ് ഇപ്പോ ഇന്നലെ കാസർഗോഡ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. യോഗി ആദിത്യനാഥ് കേരളത്തിൽ വന്ന് ചെയ്തിട്ടുള്ളത്. ഇപ്പോ UP-യില് ഫിറോസിനെയും അൻഷാദിനെയും അറസ്റ്റ് ചെയ്ത പോലീസ് പറയുന്നത് ഈ വസന്ത പഞ്ചമിക്ക് അവിടെ സ്ഫോടനം നടത്താനുള്ള ഗൂഢാലോചന നടന്നിട്ടത് കേരളത്തിലാണ്. ഒരുപക്ഷെ കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിനെ തേടി വീണ്ടും UP പോലീസ് വരാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം പോപ്പുലർ ഫ്രണ്ടിന്റെ ഡൽഹിയിലെ ഓഫീസ് UP-യിലെ പോലീസ് റെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ റെയ്ഡ് ചെയ്യുന്നത് UP പോലീസാണ്, കേരളത്തിൽ അറസ്റ്റ് ചെയ്യുന്നത് UP പോലീസാണ്. ഫിറോസിന്റെ വടകരയിലെ പോലീസ് സ്റ്റേഷനിലും പരിസരങ്ങളിലും NIA-യുടെ ആളുകൾ എത്തിക്കഴിഞ്ഞു, ഇന്റലിജൻസ് ബ്യൂറോയുടെ ആളുകൾ എത്തിക്കഴിഞ്ഞു. കേരള പോലീസ് നിശബ്ദമായിരിക്കുന്നു. ഒരുപക്ഷെ പന്തളം പോലീസ് സ്റ്റേഷനിലും എത്തിയിട്ടുണ്ടാകാം NIA-യുടെയും റോയുടെയും ഇന്റലിജൻസ് ബ്യൂറോയുടെയും ഉദ്യോഗസ്ഥന്മാർ. കേരള പോലീസ് നിഷ്പ്രഭമായി പോകും, കേരള ഭരണകൂടവും നിഷ്പ്രഭമായി പോകും. UP ഗവൺമെന്റ് കേരളം ഭരിക്കാൻ തുടങ്ങുന്ന അവസ്ഥ ഒരുപക്ഷെ ഉണ്ടായേക്കാം. കേരളത്തിലെ സഖാവ് പിണറായി വിജയൻ അതില് സന്തോഷമാണോ എന്ന് ആലോചിക്കാൻ നമുക്ക് അദ്ദേഹത്തിന്റെ ഒരൊറ്റ പ്രസ്താവന മതി. അദ്ദേഹം മുമ്പ് പറഞ്ഞിട്ടുണ്ട് NDF-നെ ഫിനിഷ് ചെയ്യും എന്ന് പറഞ്ഞ ആളാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ഞങ്ങളെ ഈ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഫിറോസിനെയും അൻഷാദിനെയും കഴിഞ്ഞില്ല. സിദ്ദീഖാപ്പനെ ഞങ്ങളുടെ പ്രവർത്തകരുടെ കൂടെ പോയി എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തത്. റൌഫ് ഷെരീഫിനെ അറസ്റ്റ് ചെയ്തത് UP പോലീസ് എന്തിന്റെ പേരിലാണ് ഞങ്ങൾക്കറിയാം. കാരണം UP-യിലെ ആളുകളെ തല്ലിക്കൊല്ലുന്ന ഏറ്റവും വലിയ സെന്ററാണ് UP. അഖിലാഖിൽ നിന്ന് തുടങ്ങിയതാണ്. ആ തല്ലിക്കൊലകൾക്കെതിരെ UP-യിലെ പോലീസിന് കേസ് കൊടുത്തിട്ട് ആ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അവിടെ ഞങ്ങൾ ഇറങ്ങിച്ചെന്നിട്ട് ഒരാളും കേസ് കൊടുക്കാൻ ധൈര്യപ്പെടാത്ത സംസ്ഥാനമാണ് UP. അവിടെ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ അഡ്ഹോക് കമ്മിറ്റി മാത്രമേ ഉള്ളൂ, മറ്റു കമ്മിറ്റികൾ നിലവിലൊന്നും വന്നിട്ടില്ല. അവിടെ ഞങ്ങൾ കേസ് കൊടുത്തു. നേരത്തെ പറഞ്ഞ CAA സമരത്തിൽ 23 പേരെ പോലീസ് വെടിവെച്ചു കൊന്നപ്പോ നിരവധി ആളുകൾ ഒരു സ്കൂളിൽ കൊണ്ടുപോയിട്ട് അടച്ചിട്ടിട്ട് അതിഭീകരമായിട്ട് ഒരു ദിവസം മുഴുവൻ UP പോലീസ് പീഡിപ്പിച്ചു. ആ ആളുകൾക്ക് വേണ്ടിയിട്ട് UP-യിൽ 7 സ്ഥലങ്ങളില് നിയമസഹായ കേന്ദ്രം തുടങ്ങിയിട്ട് അവരുടെ പരാതികൾ സ്വീകരിച്ചു പോലീസിന് കൊടുത്തു. ഈ കേസ് 23 പേരെ വെടിവെച്ചുവെന്ന കേസിനെ കുറിച്ച് UP-യിൽ അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് ജഡ്ജി ചോദിക്കുകയാണ്, 23 പേരെ വെടിവെച്ചു കൊന്നിട്ടും ആർക്കും പരാതിയില്ലേ എന്ന് ചോദിക്കുക. അപ്പൊ അവിടെ ഗവൺമെന്റ് വക്കീൽ എണീറ്റെന്ന് പറയാം, ഒരു പരാതിയും കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പൊ പോപ്പുലർ ഫ്രണ്ടിന്റെ അഭിഭാഷകൻ ഉണ്ടായിരുന്നു അവിടെ കോടതിയിൽ. അദ്ദേഹം പറഞ്ഞു, കോടതി അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ആ പരാതി ഹാജരാക്കാം. കോടതി അനുവദിച്ചു. 400ഓളം പരാതികൾ പോപ്പുലർ ഫ്രണ്ട് ശേഖരിച്ച പരാതികൾ അലഹബാദ് ഹൈക്കോടതിയിൽ മുമ്പാകെ കൊടുത്തു.
തുടർന്ന് ഭരണകൂടം ചെയ്തതെന്താ? ഞങ്ങളുടെ അഡ്ഹോ കമ്മിറ്റിയുടെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും അറസ്റ്റ് ചെയ്തു, മാസങ്ങളോളം ജയിലിലിട്ടു. വിവിധ കേസുകളും ഒരു കേസിൽ നിന്ന് ജാമ്യം ഇറങ്ങുമ്പോ അടുത്ത കേസ് ചുമത്തിയിട്ട് നിരവധി മാസങ്ങള് ജയിലിലിട്ടു. അതിനുശേഷം അലഹാബാദില് യോഗി ആദിത്യനാഥ് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, പോപ്പുലർ ഫണ്ടിനെ ഇല്ലാതെയാക്കുക എന്നുള്ളത് ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യമാണ്. ഇതാണ് ഫിറോസും അൻഷാദും ചെയ്ത തെറ്റ്, പോപ്പുലർ ഫണ്ടുകാർ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ്. അങ്ങനെയുള്ള യോഗി ആദിത്യനാഥ് കേരളത്തിൽ വരുന്നു എന്ന് കേട്ടപ്പോ മറ്റു ചില ആളുകളെ പോലെ ഏതെങ്കിലും ഗസ്റ്റ് ഹൗസിൽ പോയിട്ട് ഞങ്ങളുടെ ഫിറോസിനെയും അൻഷാദിനെയും റൌഫ് ഷെരീഫിനെയും സിദ്ദീഖ് കാപ്പനെയും ഞങ്ങളുടെ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരെയും വിട്ടുകിട്ടാൻ എന്തുണ്ട് വഴി എന്ന് അദ്ദേഹത്തിന്റെ പണ്ട് സവർക്കർ ബ്രിട്ടീഷുകാരെ ഷൂ നക്കിയതുപോലെ ആദിത്യനാഥിനെ കണ്ടിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിരുന്നില്ല പോപ്പുലർ ഫണ്ട് ശ്രമിച്ചത്. ആദിത്യനാഥ് കാസർഗോഡ് കാലുകുത്തിയപ്പോ BJPയുടെ പ്രകടനത്തിന് നേരെ കടന്നു ചെന്നിട്ട് കൊലപാതകി കൊലയാളി യോഗി ആദിത്യനാഥ് പിരിഞ്ഞു പോവുക, ഗോ ബാക്ക് എന്ന് പറഞ്ഞിട്ട് പ്രകടനം നടത്തുകയായിരുന്നു പോപ്പുലർ ഫണ്ടിന്റെ ആൺകുട്ടികൾ. കേരളത്തിന്റെ തെരുവുകൾ മുഴുവൻ ഞങ്ങൾ പ്രതിഷേധിച്ചു, യോഗി പുറത്തു പോവുക എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ഇതുകൊണ്ട് നിർത്താൻ പോകുന്നില്ല. ഒരുപക്ഷെ ഇവരൊക്കെ വിചാരിക്കുന്നത് പോലെ ഈ പ്രസ്ഥാനത്തെ ഫിനിഷ് ചെയ്തേക്കാം, പക്ഷേ ഈ സന്ദേശം കേരളത്തിൽ ഇന്ത്യയിൽ നിലനിൽക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ ജനസംഖ്യയുടെ മുസ്ലിം ജനസംഖ്യയുടെ 5 ഇരട്ടിയാണ് UPയിലെ മുസ്ലിം ജനസംഖ്യ. ആലോചിക്കണം, 5 ഇരട്ടി മുസ്ലിങ്ങളുണ്ട്. അവിടെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. UP, ബംഗാൾ, ബീഹാർ എന്നൊക്കെ തുടങ്ങിയ ഈ പ്രദേശങ്ങൾ, അവിടെയുള്ള ഒരു 4 സംസ്ഥാനത്തിലെ മുസ്ലിം ജനസംഖ്യ എടുത്താൽ ഇന്ത്യ രാജ്യത്തിൽ ആകെ മുസ്ലിം ജനസംഖ്യയുടെ പകുതിയുള്ളത് ആ 4 സംസ്ഥാനങ്ങളിലാണ്. ബാക്കി പകുതിയേ ഉള്ളൂ കാശ്മീർ മുതൽ കേരളം വരെയുള്ള സ്ഥലത്ത്. ആലോചിക്കണം, അവിടെയാണ് പ്രവർത്തിക്കുന്നത് പോപ്പുലർ ഫണ്ട്. അവിടെ രാജ്യത്തെ സംരക്ഷിച്ചുകൊണ്ടാണ് പോപ്പുലർ ഫണ്ട് പ്രവർത്തിക്കുന്നത്. രാജ്യത്തിന്റെ യശസ് തകർക്കാനല്ല, രാജ്യത്തിന്റെ ഭാവിയില്, രാജ്യത്തിന്റെ വളർച്ചയില് വിശ്വാസമുള്ളത് കൊണ്ട്, സ്നേഹമുള്ളത് കൊണ്ടാണ് ഈ രാജ്യം തകരരുത് എന്ന് വിചാരിച്ചുകൊണ്ട് പോപ്പുലർ ഫണ്ട് പ്രവർത്തിക്കുന്നത്. വസന്ത പഞ്ചമിയിലെ ആഘോഷം നടക്കുമ്പോ ബോംബിട്ടിട്ട് ഹിന്ദു സമൂഹത്തെ കൊല്ലുക എന്നുള്ളത് പോപ്പുലർ ഫണ്ടിന്റെ അജണ്ടയല്ല. 30 കൊല്ലമായി കേരളത്തില് പോപ്പുലർ ഫണ്ട് പ്രവർത്തിക്കുന്നു. നിങ്ങൾക്കറിയോ എവിടെയെങ്കിലും ഹിന്ദു സമൂഹത്തിനെതിരെ പോപ്പുലർ ഫണ്ട് ചെയ്തത് എന്തെന്ന് അറിയോ? എന്തെങ്കിലും ഉദാഹരണം നിങ്ങളുടെ കയ്യിലുണ്ടോ? പോപ്പുലർ ഫണ്ട് മുസ്ലിം ഹിന്ദു സമൂഹത്തിനെതിരെ ചെയ്തത് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുപോവാ. ഇവിടെ പ്രളയമുണ്ടായപ്പോ, ഇപ്പൊ ഉണ്ടായപ്പോ, കൊറോണ ഉണ്ടായപ്പോ ഞങ്ങളെ സഹായിച്ചത്, സഹകരിച്ചത്, രക്ഷപ്പെടുത്തിയത് ജാതി നോക്കിയും മതം നോക്കിയുമല്ല. അത് ഞങ്ങളുടെ പരിപാടിയല്ല. പക്ഷെ ഞങ്ങൾ RSSനെതിരാ. RSSനെതിരാവാൻ കാരണം RSS ഹിന്ദുവിന്റെ പാർട്ടിയാണോ അല്ല എന്നുള്ളത് കൊണ്ടല്ല. RSS ഈ രാജ്യത്തിനെതിരാ. RSSന്റെ ആശയങ്ങൾ ഈ രാജ്യത്തിന്റെ ആശയത്തിനെതിരാ. RSS ഇവിടെ സമാധാനത്തിനെതിരാ. അത് RSS ഹിന്ദു അല്ലാതെ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ RSSനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഹിന്ദു സമൂഹത്തിനെതിരല്ല. പ്രിയപ്പെട്ടവരെ, രാജ്യം മുഴുവൻ ഇങ്ങനെ നിശബ്ദത അരങ്ങുമാഴുമ്പോ, ഒരു ഭാഗത്ത് RSS നേതൃത്വത്തിൽ അക്രമം അടങ്ങുമാറുമ്പോ, മറുഭാഗത്ത് പലരും അറസ്റ്റ് ചെയ്യപ്പെട്ട് നിശബ്ദരാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ റൌഫ് ഷെരീഫ്, അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ്, ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവാണ്. ഒരു തെറ്റും ചെയ്യാത്ത അദ്ദേഹം ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കാത്ത കാലത്തുള്ള ഒരു കേസിന്റെ പേരിൽ, അത് നിങ്ങൾ ആലോചിക്കണം, 2013 ഒരു കേസിന്റെ പേരിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹം അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുകയാണ്. കേരളത്തിന് ജാമ്യം കിട്ടിയപ്പോ UPയിൽ കൊണ്ടുപോയിട്ടിരിക്കുന്നു. സിദ്ദീഖ് കാപ്പൻ ജയിലിലാണ്. അത്രാസിലെ കേസ് റിപ്പോർട്ട് ചെയ്യാൻ പോയതിന്റെ പേരിൽ സിദ്ദീഖ് കാപ്പൻ ജയിലിലാണ്. അബ്ദുൽ നാസർ മഹദിനി 10-30 കൊല്ലമായി ജയിലിലാണ്. ആലോചിക്കണം, അബ്ദുൽ നാസർ മഹദിനി ചെയ്ത തെറ്റിന്റെ പൂർണ്ണമായി അദ്ദേഹം ചെയ്തതാണ് എന്ന് കോടതി പറഞ്ഞാൽ പോലും ഇത്ര കാലം അദ്ദേഹം ജയിലിൽ കിടക്കില്ല. അത്രയും കാലമായി അബ്ദുൽ നാസർ മഹദിനി എന്ന് പറയുന്ന ഒരു കാലില്ലാത്ത, പ്രഷറും ഷുഗറും ബാധിച്ച് കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ, നിരപരാധിയായ മനുഷ്യൻ, കുറ്റവാളിയാണെങ്കിലും ശിക്ഷാ കാലാവധി കഴിയാൻ കാലമായ ഒരു മനുഷ്യൻ തുറന്ന ജയിലിൽ നിന്ന് വേണമെങ്കിൽ പറയാം കിടക്കുക. സക്കരിയ ഒരു ബാറ്ററി വിട്ടതിന്റെ പേരില് 12 കൊല്ലമായിട്ട് പരപ്പനങ്ങാടിക്കാരൻ സക്കരിയ ജയിലിലാണ്. നമുക്കൊക്കെ വേണ്ടി ശബ്ദിച്ചതിന്റെ പേരില്
ഈ രാജ്യത്തിലെ മുസ്ലിമിനും ദളിതിനും വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ ഗൗതം നവലേഖ ജയിലിലാണ്. വരവര റാവു, ഒരു കവിയായ വരവര റാവു, ഇന്ന് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. അദ്ദേഹം വളരെ തളർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് മാസങ്ങളായിട്ട്. ഇപ്പൊ അദ്ദേഹത്തിന് കോടതി ജാമ്യം കൊടുത്തിരിക്കുകയാണ്. പുറത്തു വരാൻ പറ്റില്ല, അദ്ദേഹത്തിന് ചികിത്സ പൂർത്തിയാവട്ടെ പുറത്തു വരാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് ഇപ്പൊ താൽക്കാലിക ജാമ്യം കൊടുത്തിരിക്കുന്നു. സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന ക്രിസ്തീയ വൈദികൻ ജയിലിൽ കിടക്കുന്നു. സ്റ്റാൻ സ്വാമിയുടെ കൈ വിറയ്ക്കുന്ന രോഗമുണ്ട് അദ്ദേഹത്തിന്. ആ കൈ വിറയ്ക്കുന്ന രോഗം കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല. അങ്ങനെയുള്ള മനുഷ്യൻ സ്ട്രോ കൊണ്ടാണ് അദ്ദേഹം കുടിക്കുന്നത്. ആ മനുഷ്യൻ സ്ട്രോ കൊടുക്കാതെ കുപ്പിയിൽ വെള്ളം വേണമെങ്കിൽ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ പ്രായമുള്ള 83 വയസ്സുള്ള സ്റ്റാൻ സ്വാമിയെ ഭീകരവാദിയാക്കിയിട്ട് ജയിലിൽ അടച്ചിരിക്കുന്നു. അഡ്വക്കേറ്റ് സുധാ ഭരദ്വാജ് ഒരു സ്ത്രീയാണ്. ഈ പാവപ്പെട്ട ദളിതന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ സുധാ ഭരദ്വാജ് ജയിലിലാണ്. നിഷ രവി ജയിലിലാണ്. റോണ വിൽസൺ ജയിലിലാണ്. റോണ വിൽസൺ ചെയ്ത തെറ്റ് മോഡിയെ വധിക്കാൻ പദ്ധതിയിട്ടു എന്നുള്ള ഒരു കത്ത് അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിൽ നിന്ന് കിട്ടി. ഇപ്പൊ പറയുന്നു ആ കത്ത് അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിൽ നുഴഞ്ഞു കയറിയിട്ട് ആരോ വെച്ചതാണ് എന്ന് ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. എന്നിട്ട് റോണ വിൽസൺ ജയിലിലാണ്. ആനന്ദൽ തുമ്പെ ഈ പാവപ്പെട്ടവന് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ ജയിലിലാണ്. ഹാനി ബാബു മലയാളിയായ പ്രൊഫസർ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ജയിലിലാണ്. ഷർജീൽ ഇമാം ഈ പറയുന്ന CAA വിരുദ്ധ പോരാട്ടം നടത്തിയതിന്റെ പേരിൽ ജയിലിലാണ്. ഷർജീൽ ഉസ്മാനി ജയിലിലാണ്. ഉമർ ഖാലിദ് CAAക്ക് വേണ്ടി എതിരായി ശബ്ദിച്ചതിന്റെ പേരിൽ ജയിലിലാണ്. നടാഷ നിർവാൾ CAA വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ജയിലിലാണ്. അത്തീഖുർ റഹ്മാൻ ജയിലിലാണ്. ഹത്രാസിലേക്ക് സന്ദർശിച്ചതിന്റെ പേരിൽ ജയിലിലാണ്. ഈരാൻ ഹൈദർ CAA വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ജയിലിലാണ്. മുഹമ്മദ് ആലം ഹത്രാസിലേക്ക് പോയതിന്റെ പേരിൽ ജയിലിലാണ്. മസൂദ് അഹമ്മദ് ഹത്രാസിലേക്ക് പോയതിന്റെ പേരിൽ ജയിലിലാണ്. ഫിറോസ് ഈ പറയുന്ന ഫിറോസ് നമ്മുടെ അൻഷാദും ജയിലിലാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ഈ പറയപ്പെട്ട ആളുകൾ മുഴുവൻ ജയിലിൽ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഭരണകൂടത്തിന്റെ നമുക്ക് വേണ്ടി ശബ്ദിച്ചതിന്റെ പേര് അവരുടെ ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചതല്ല. ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിലെ പീഡനം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ, ശബ്ദിച്ചതിന്റെ പേരിൽ, അക്രമം നടത്തിയതിന്റെ പേരിലല്ല, സംസാരിച്ചതിന്റെ പേരിൽ, എഴുന്നേറ്റ് നിന്നതിന്റെ പേരിൽ അവർ ജയിലിലാക്കപ്പെട്ടവരാണ്. ഈ UP-യിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട, ഇതുപോലെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾക്ക് അല്ലാഹു എത്രയും പെട്ടെന്ന് മോചനം നൽകുമാറാവട്ടെ. ഭരണകൂടത്തിന്റെ കുടില തന്ത്രങ്ങളെ ലോകരക്ഷിതാവായ റബ്ബ് പരാജയപ്പെടുത്തുമാറാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ടത്, ഈ പറയുന്ന ആളുകൾ മുഴുവൻ ജയിലിൽ കിടന്നോട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വിഷയമല്ല എന്ന് തീരുമാനിച്ചു മടങ്ങുകയല്ല. അവിടെ വിശുദ്ധ ഖുർആന്റെ ചോദ്യത്തിന്, വിശുദ്ധ ഖുർആന്റെ ആഹ്വാനത്തിന് നമ്മൾ ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. യാ അയ്യുഹൽ മുദ്ദസ്സിർ, യാ അയ്യുഹൽ മുദ്ദസ്സിറെ, പുതച്ചു മൂടിക്കിടക്കുന്നവനെ, സുഖലോലുപതയുടെ സ്വർഗത്തില് അല്ലെങ്കിൽ സ്വർഗീയ ആരാമത്തില് അല്ലെങ്കിൽ സുഖമായിട്ട് നിങ്ങളുടെ ബെഡുകളില്, വീടുകളില്, നിങ്ങളുടെ രമ്യഹാർമ്യങ്ങളില്, ആശ്വാസത്തിന്റെ വക്കുകളില് സുഖമായിട്ട് പുഴച്ചു മൂടിക്കിടന്നുറങ്ങുന്നവരെ നിങ്ങളൊന്ന് എഴുന്നേൽക്ക്. പുഴച്ചു മൂടിക്കിടക്കുന്നവനെ എഴുന്നേൽക്ക്. എന്നിട്ട് താക്കീത് നൽകുക. ദൈവശിക്ഷയെക്കുറിച്ച്, ഈ രാജ്യത്തിന്റെ അവസ്ഥയെക്കുറിച്ച്, പീഡനങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ മാത്രമല്ല നമ്മളുടെയും താക്കീത് ഇവർക്ക് കൊടുക്കുക. നിന്റെ നാഥനെ നീ മഹത്വപ്പെടുത്തുക. റബ്ബാണ് വലുതെന്ന് പറയുക, റബ്ബ് മാത്രമാണ് വലുതെന്ന് പറയുക. നിന്റെ നാഥൻ പരിശുദ്ധനാണെന്ന് വിശ്വസിക്കുക. നിന്റെ നാഥൻ മുഴുവൻ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ വസ്ത്രം വൃത്തിയാക്കുക, മനസ്സ് വൃത്തിയാക്കുക, ശരീരം വൃത്തിയാക്കുക, ചുറ്റുപാടുകൾ വൃത്തിയാക്കുക, പോരാട്ടത്തിനിറങ്ങുക, എല്ലാം ഭദ്രമാക്കുക, എല്ലാം വൃത്തിയാക്കി ശുദ്ധിയാക്കി നിങ്ങൾ ഒരുങ്ങി നിൽക്കുക. നിങ്ങൾ വിഗ്രഹാരാധന വെടിയുക. മനസ്സിൽ എന്തെങ്കിലും വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ, മനസ്സിൽ പൂജിക്കപ്പെടുന്ന വല്ലതും ഉണ്ടെങ്കിൽ, ദൈവത്തെക്കാൾ, ദൈവത്തിന്റെ ഇച്ഛയേക്കാൾ, ദൈവമാർഗത്തിലുള്ള സമരത്തെക്കാൾ, അനീതിക്കെതിരായിട്ടുള്ള ആഗ്രഹത്തെക്കാൾ, ഇത്തരത്തിലുള്ള ചിന്തകളെക്കാൾ, തെറ്റിനെതിരായുള്ള ശ്രമങ്ങളെക്കാൾ നിങ്ങളുടെ മനസ്സിനെ വാണരുളുന്ന പണത്തിന്റെ, ധനത്തിന്റെ, സമ്പത്തിന്റെ, ആഗ്രഹങ്ങളുടെ, മോഹങ്ങളുടെയൊക്കെ എന്തെങ്കിലും വിഗ്രഹങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ വെടിയുക. എന്നിട്ട് എഴുന്നേൽക്കുക.
റബ്ബിന്റെ മാർഗത്തിൽ ഒരു പോരാട്ടത്തിന് ഒരുങ്ങുക. പോപ്പുലർ ഫണ്ട് ഉയർത്തുന്നത് നിങ്ങളുടെ ശബ്ദമാണ്, നിങ്ങളുടെ മനസ്സിലുള്ളതാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങളുടെ വേദനകളാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങളുടെ ആഗ്രഹങ്ങളാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങളുടെ പ്രതിഷേധങ്ങളാണ് ഞങ്ങൾ ഉയർത്തുന്നത്, നിങ്ങളുടെ ശബ്ദങ്ങളാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത്, നിങ്ങളുടെ നിസ്സഹായതയാണ് ഞങ്ങൾ ഈ സംസാരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മോചനമാണ് പോപ്പുലർ ഫണ്ട് ലക്ഷ്യം വെക്കുന്നത്. ഈ ശബ്ദമില്ലാതെയായാൽ ഇല്ലാതെയാവുന്നത് പോപ്പുലർ ഫണ്ടിന്റെ ശബ്ദമല്ല, നിങ്ങളുടെ ശബ്ദമാണ്, നമ്മളുടെ ശബ്ദമാണ്, നീതിക്ക് വേണ്ടിയുള്ള ശബ്ദമാണ്, നാടിന് വേണ്ടിയുള്ള ശബ്ദമാണ്. അതുകൊണ്ട് ഈ ശബ്ദം ഇല്ലാതെയാവാൻ നിങ്ങൾ അനുവദിക്കരുത്, ഈ ശബ്ദം അടിച്ചമർത്തപ്പെടാൻ നിങ്ങൾ അനുവദിക്കരുത്. ഈ ശബ്ദത്തെ നിങ്ങൾ സംരക്ഷിക്കുക, പോപ്പുലർ ഫണ്ടിനെ നിങ്ങൾ സംരക്ഷിക്കുക. ഈ സംഘത്തെ, ഈ രാജ്യത്തിന്റെ ഹിന്ദുത്വ ഭരണകൂടം മുഴുവൻ ഇതിനെ വേട്ടയാടുമ്പോ ഞങ്ങൾ ഈ പ്രസ്ഥാനത്തെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇതിനെ നിങ്ങൾ സംരക്ഷിക്കുക. 1000 കഴുകന്മാർ പറന്നു വന്നാലും പിടികൊടുക്കാതെ ഇതിനെ നിങ്ങൾ കാത്തുകൊള്ളുക. അതിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ യോഗത്തിന് നന്ദി പറയാൻ വേണ്ടി പന്തളം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് എൻ്റെ മുന്നിൽ ക്ഷണിക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അടൂർ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ പ്രതിഷേധ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് സജീവ് പരവളത്തിലും ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അടൂർ ഡിവിഷൻ പ്രസിഡന്റ് ഷാനവാസ് മുട്ടാണിലും മുഖ്യപ്രഭാഷണം നടത്തിയ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ അടൂർ റഫീഖ് കുറ്റിക്കാട്ടിലും എൻ്റെ പേരിലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അടൂർ ഡിവിഷൻ കമ്മിറ്റിയുടെ പേരിലും നന്ദി അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.